What's up, guys? Welcome back to the podcast. Sri here. So, ഞങ്ങളിങ്ങനെ ഒരുപാട് പേർക്ക് റോങ് ഡൂയിങ്സ് അല്ലേ എന്താ പറയണ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് കാണുമ്പോൾ എന്താ മാതിരി പറയണമെന്നൊക്കെ. നമ്മളിവിടെ കോൺസ്പിറസികളല്ല പറയുന്നത്. നമ്മൾ ഇവിടെ എന്താ പറയണത്, നമ്മുടെ റിസർച്ചിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുന്നു എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. യു ആർ ദി ജഡ്ജസ്. ഞങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾ ഒരു പോഡ്കാസ്റ്റും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇൻഫാക്ട് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ബാനറിൽ ഇട്ടിട്ടുണ്ട് ഡോണ്ട് ബിലീവ് ഇൻ ശ്രീസ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു ക്യാച്ച് പ്രൈസ് ഉണ്ടായിരുന്നല്ലോ, എന്താ ഹോപ്പ് വി ആർ റോങ്, ആ സംഭവമായിരുന്നു. എന്തായാലും ഗൈസ്, അതേപോലെ ഡു യു റിസർച്ച്. ഞങ്ങൾ ഈ പറയാൻ പോകുന്ന എല്ലാം ഞങ്ങളുടെ സ്പെക്കുലേഷൻസും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കോറിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. മേ ബി ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല എങ്കിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പോയി കാണുക. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ പോഡ്കാസ്റ്റ് ആണ്. ദിസ് ഇസ് ദി സെക്കൻഡ് എപ്പിസോഡ് ഓഫ് അൺകവറിംഗ് ദി മൂൺ. ആൻഡ് സെക്കൻഡ് എപ്പിസോഡൊക്കെ എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഇത് തേർഡിലും ഫോർത്തിലും ഒക്കെ പോകേണ്ടി വരും. 2 എപ്പിസോഡും കൂടി മൂണിൽ ചെയ്യേണ്ടി വരും. കാരണം ദ മോർ വി റീസർച്ച് ദ മോർ ഞങ്ങൾ എന്താ പറയണ ബ്ലൈൻഡഡ് ആണെന്നൊരു റിയലൈസേഷൻ വന്നു. സോ അതുകൊണ്ട് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഗൈസ്, ചിലവർ പറയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ സ്പാർക്ക് അപ്പ് ഡിബേറ്റ് ആണ് എല്ലാ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ദ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം? പലർക്കും അറിയാത്തൊരു സംഭവമാണ് സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം. നിങ്ങൾ കേട്ടിട്ടുണ്ട സാധനമാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അപ്പോൾ ആളുകളുടെ ആദ്യമേ മനസ്സിൽ വരുന്നത് ഇ എം ഐ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. നമ്മളിപ്പോൾ ബാങ്കിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ മോളിൽ പോയാലോ, ലുലു മോളിലോ ഏതെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ കുറെ ചേട്ടന്മാർ നിൽപ്പുണ്ട് നമ്മളെ പിടിച്ച് നമ്മളെ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് അങ്ങ് എടുപ്പിക്കും. ചുമ്മാ ഒരു ജോലി ഇല്ലാത്ത ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ 50,000 തരാം, 1,00,000 തരാം. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പുതിയ സിസ്റ്റമാണ് സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം. ഇപ്പോൾ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ അത് ചൈനയിൽ വന്നു, ഇനി അത് യൂറോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ UK അത് വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ലെജിസ്ലേഷൻ വന്നു. അതിനാണ് ഡിജിറ്റൽ ID എന്ന് പറയുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ക്രെഡിറ്റ് കാർഡ് ഇല്ലേ, ക്രെഡിറ്റ് കാർഡ് നമ്മളെ മനുഷ്യരെ കൺട്രോൾ ചെയ്ത് ഡെപ്റ്റിൽ വെക്കാനുള്ള ഒരു ടൂളാണ്. അത് നല്ലോണം ഉപയോഗിക്കത്തില്ല എന്ന് ഇത് ഉണ്ടാക്കുന്നവർക്ക് 99% അറിയാവുന്നതുകൊണ്ടാണ് +2 കഴിഞ്ഞൊരു ചെറുക്കൻ ഇത് കൊടുക്കുന്നത്. അപ്പോ ഈ +2 കഴിഞ്ഞൊരു ചെറുക്കൻ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവന് 50,000 1,00,000 രൂപയാണ്. ഹി സ്റ്റാർട്ട് സ്പെൻഡ് ചെയ്ത് ഒരു 1,00,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇത് മാസമായിട്ട് ചെറിയൊരു എമൗണ്ടിലാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ മാസം അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവന് കുഴപ്പമില്ല, ജോലിക്ക് പോയാൽ അടഞ്ഞു തീരും. അത് അതെ ജോലിക്ക് പോയാൽ അടഞ്ഞു തീരും. പക്ഷെ എന്താണ്, ജോലിക്ക് പോകണം, അവന്റെ സമയം സിസ്റ്റത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ കാർ ലോണ്, വീടിന്റെ ലോണ്, വലിയ 25 ലക്ഷം, 30 ലക്ഷം, 15 ലക്ഷമല്ല വർഷം, 27 വർഷമൊക്കെയാണ് ഇപ്പം വീടിന്റെ ലോൺ വരുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ചോളൂ, 27 വർഷത്തെ ഒരു വീടിന്റെ ലോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുക്കാൻ പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അടവ് നിൽക്കും. അടവ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയും. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെന്റുകൾ പോവും, നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒക്കില്ല, നിങ്ങൾക്ക് പുതിയൊരു ലോൺ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ എങ്ങ് പ്രാന്താക്കും. ഇപ്പൊ ഇനി പുതിയൊരു പരിപാടി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ യു വേർ എ വിക്ടിം എന്ന് പറഞ്ഞ 100%. സ്പീക്കിംഗ് ഫ്രം എക്സ്പീരിയൻസ്, നോട്ട് ഫാന്റസീസ്. അതെ, എനിക്കും അറിയാം. അപ്പോ he fell into the trap, guys. Yeah, of course, and I got out. അതെ, got out in a very hard way. ആ രാജ്യത്തിനെ പറ്റിച്ചോ? No, never, guys. അപ്പത്തേക്ക് ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബാംഗ്ലൂരോ അല്ലെങ്കിൽ കാനഡയിലോ ഒരു വീട് റെന്റ് ചെയ്യണമെങ്കിൽ നിന്റെ 10,000 രൂപ ക്യാഷ് ആയിട്ടുണ്ട്, വാടക 1000 രൂപയാ. നീ വീട് വാടകയ്ക്ക് പോയി ചോദിച്ചാല് വാടകക്കാർ തരത്തില്ല. അവർ ചോദിക്കുന്നത് ക്രെഡിറ്റ് സ്കോർ ചോദിക്കും. എന്ന് പറഞ്ഞാൽ നിനക്ക് പേയ്മെന്റ് ഹിസ്റ്ററി നല്ലതാണോ പന്നലാണോ എന്ന് ചോദിച്ചിട്ടേ വീട് വെക്കും. ഈവൻ ദോ യു ആർ എന്താ പറയുന്നത്, നിന്റെ 10,000 രൂപയുണ്ട്, ചിലപ്പോൾ നിന്റെ അച്ഛൻ തന്നെയായിരിക്കാം, നിന്റെ അമ്മായിയമ്മക്ക് തന്നെയായിരിക്കാം, നിന്റെ 1,00,000 രൂപ ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ വാടകയ്ക്ക് വീട് കിട്ടത്തില്ല. എന്ന് പറഞ്ഞാല് ക്രെഡിറ്റ് സ്കോർ ഒരു ഫിനാൻഷ്യൽ റിലയബിലിറ്റി. അതെ, അത് മാത്രമല്ല ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവര് ഇപ്പം കാശ് ഉണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും വെസ്റ്റേൺ കൺട്രീസിൽ ഹോംലെസ്സിലോട്ട് മാറുവാണ്. ക്രെഡിറ്റ് സ്കോറിന്റെ സംഭവം എനിക്കറിയാം, പക്ഷേ വാട്ട്സ് ഹാപ്പനിങ് ഇൻ UK അതാണ് പറയുന്നത്. സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ഡിജിറ്റൽ ID എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞ ആഴ്ച അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അതെന്തുവാ? കിയർ സ്റ്റാർമാൻ എന്ന് പറയുന്ന UK പ്രസിഡന്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ ID ഉണ്ടെങ്കിലേ UK വർക്ക് ചെയ്യാൻ പറ്റൂ. ഡിജിറ്റൽ ID എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം ഇപ്പം എവറി ട്രാൻസാക്ഷൻസ്, എവറി പർച്ചേസ്,
എവറി ജോബ്, എനിത്തിങ് റിലേറ്റഡ് ടു മണി ടാക്സ് എന്ന് പറഞ്ഞാൽ നീ ഒരു സാധനം വാങ്ങിച്ചാൽ മണി ഇൻവോൾവ് ആണ്, നീ കടം കൊടുത്താൽ മണി ഇൻവോൾവ് ആണ്, നീ താമസിക്കുന്ന സ്ഥലം, നീ കുടിക്കുന്ന ഫുഡ്, നിന്റെ ടാക്സി വിളിച്ചത്, ഇതെല്ലാം ഇനി ഡിജിറ്റലിയേ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ എവ്രിതിങ് ഐ ഡു ഈസ് റെക്കോർഡഡ് ഇൻ ഡിജിറ്റൽ ID. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനകത്ത് എന്ന് വെച്ചാൽ നീ ഇപ്പം ഒരു കാറ് റെഡ് ലൈറ്റ് കത്തിച്ചാൽ പോലും അത് നിന്റെ ഡിജിറ്റൽ ID റെക്കോർഡ് ചെയ്ത് തരും. അപ്പം ഇനി ഒരു സോഷ്യൽ ക്രെഡിറ്റ് നമ്പർ തരും. നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങുമ്പോൾ 1000 പോയിന്റ് ആയിരിക്കും. 1000 പോയിന്റ് വന്നു കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങളിപ്പം പോകുന്ന വഴി അറിയാതൊരു റെഡ് ലൈറ്റ് തെറ്റിച്ചു, ഒരു 100 പോയിന്റ് അങ്ങ് പോകും. 100 പോയിന്റ് അങ്ങ് പോകും. എന്നിട്ട് പോകുന്ന വഴി ജസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ആയി നിങ്ങൾ സ്പീഡ് ചെയ്തു, പെട്ടെന്ന് കാമുകിയെ കാണാനോ അല്ലെങ്കിൽ ഭാര്യയെ കാണാനോ പോവാ, എന്നിട്ട് അത്യാവശ്യമുണ്ട്, നിങ്ങൾ സ്പീഡ് ചെയ്തു, ഓവർ സ്പീഡിങ് വന്നു, ഒരു 150 പോയിന്റ് അങ്ങ് പോയി. ഇനി പോവുകയാണെങ്കിൽ പോയി, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് എന്തോന്ന് വെച്ചാൽ, ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടൽ സിസ്റ്റം, സർവീസ് സിസ്റ്റം, ബാക്കിയുള്ള സർവീസ് ആൻഡ് സെക്ടറിൽ ഉണ്ടല്ലോ, സർവീസ് സെക്ടറിൽ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം വരാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള സിസ്റ്റം ഇന്ത്യയിൽ ഉൾപ്പെടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് കാശ് കൂടുതലുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കാം, ഞാൻ കള്ളനായാലും എന്തോ വാട്ട് എവർ. അതെ, ഇനി പുതിയ സിസ്റ്റം വരെയാണ് സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം. എന്ന് വെച്ചാൽ നീയും നിന്റെ വൈഫും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോവാണ്. ഇറ്റ്സ് എ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് ശമ്പളം കിട്ടി, ഭയങ്കര ത്രിൽഡാണ്. ആദ്യമായിട്ട് ഒരു ഫൈൻ ഡൈനിങ്ങിന് പോകുമ്പോഴത്തേക്കും ചെന്ന് ഡിജിറ്റൽ ID കൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ID കൂടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നീ 2 റെഡ് ലൈറ്റോ ഒരു സ്പീഡിംഗ് ടിക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, സോറി സാർ, യു ആർ നോട്ട് അലൗഡ് ഇൻ ടു ദിസ് റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കോർ കുറഞ്ഞ സാധാരണക്കാർ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, നിനക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ കയറാൻ പറ്റില്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ നെസസറിലി ഞാൻ നല്ലോണം അധ്വാനിച്ചാലും ഞാൻ നല്ലോണം പൈസ ഉണ്ടാക്കിയാലും, ഈവൻ ഇഫ് ഐ ആം ആൻ ആവറേജ് ഗായ്, ഐ ആം നോട്ട് ബീങ് അലൗഡ് ടു ഡൈൻ ഇൻ വിത്ത് 5 സ്റ്റാർ പീപ്പിൾ. പക്ഷെ വേറൊരു നല്ല ആസ്പെക്റ്റും കൂടെ പറയാം. സോ നല്ല ആസ്പെക്ട് അല്ല ക്രെഡിറ്റ് സിസ്റ്റം കള്ളന്മാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നാണോ? അതെ, ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല കണ്ടുപിടുത്തം ക്രെഡിറ്റ് കാർഡാണ്. ഇറ്റ് ഹാസ് ബിക്കം ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ട്രാപ്പ്. അതുപോലെ തന്നെ നീ ഇപ്പൊ എത്ര വലിയ ആളാന്നേലും നിന്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് എയർലൈനിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. കാരണം 600 സ്കോറിന് താഴെയുള്ള ആൾക്ക് രാജ്യം വിടാൻ ഒക്കത്തില്ല, 400 സ്കോറിന് താഴെയുള്ള ആൾക്ക് സ്റ്റേറ്റ് വിടാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും കൺസ്ട്രെയിൻസ് ആണ്. ഒരു ജീവിതത്തിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു സ്പീഡിംഗ് ടിക്കറ്റോ ഇല്ലാത്ത ലോകത്ത് യൂറോപ്പിൽ ആരുമില്ല. ഇത് തന്നെ ഞാൻ പറയാം, ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം അപ്പൊ തന്നെ ഡെപ്തിൽ ചിന്തിച്ചു. എവരിബഡി ഈസ് എ സ്ലേവ്. എവരിബഡി ഈസ് എ സ്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഇതെല്ലാം ഞങ്ങളുടെ സ്പെക്കുലേഷൻസ് ആണ്. സ്പെക്കുലേഷൻസ് അല്ല, ഇതെല്ലാം അങ്ങനല്ല. ഫിനാൻഷ്യൽ അഡ്വൈസ് തരാൻ ഞങ്ങൾ ആരും ഫിനാൻഷ്യൽ അഡ്വൈസ് ഒന്നും തരത്തില്ല. ഇതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഞങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസേ ഉള്ളൂ, ഗെറ്റ് റിച്ച്, അത്രേ ഉള്ളൂ. അപ്പത്തേക്കും ഇതൊന്നും അപ്പർ ക്ലാസ് തന്നെ ഇതാവുന്നില്ല. കാരണം 100 ക്രെഡിറ്റ് സ്കോർ എനിക്ക് വാങ്ങിക്കണമെങ്കിൽ 10 മില്യൺ രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് 1000 ക്രെഡിറ്റ് സ്കോർ വാങ്ങിക്കാൻ പറ്റും. തേനും കുറ്റം ചെയ്തു, അപ്പൊ ഒരുത്തനെ കുത്തിക്കൊന്നു. പക്ഷെ ഞാനൊരു ഗ്യാങ്സ്റ്റർ ആണ്, എനിക്ക് ബാങ്കിൽ പോയിട്ട് എന്റെ കാർഡിലോട്ട് എന്റെ സ്കോർ പറഞ്ഞു, ഞാൻ എന്നാ ഒരു 25 ലക്ഷം എന്റെ സ്കോർ 1000 ആക്കാൻ പറഞ്ഞാൽ 1000 ആക്കി തരും. അപ്പം അവരുടെ ഉദ്ദേശം അതല്ല. എന്ന് പറഞ്ഞാൽ 2 ക്ലാസ് ആക്കുക. എന്ന് പറഞ്ഞാൽ കാശ് ഉള്ളവരെല്ലാം 5 സ്റ്റാറിലും 4 സ്റ്റാറിലോട്ടും ഒക്കെ മാറ്റുക, കാശ് ഇല്ലാത്തവരെ എല്ലാം തെരുവുകളിലും വഴിയോര തട്ടുകടയിലോട്ടും ഇരുത്തുക. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് എന്ന് പറഞ്ഞാൽ കാശുള്ളവരുടെ കൂടെ നമ്മൾ പോയി ഇരിക്കുന്നത് നിർത്താൻ വേണ്ടി, അവരുടെ കൂടെ സഞ്ചരിക്കുന്നത് നിർത്താൻ വേണ്ടി. അവരുടെ ഫ്ലാറ്റ് ഇപ്പൊ ബുർജ് ഖലീഫ വരും, 999 സ്കോർ ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ആ ഫ്ലാറ്റിലെല്ലാം എലൈറ്റ്സ് മാത്രമാവും. നമ്മളിപ്പം റേഷ്യലി പറയത്തില്ലേ, പണ്ട് അമേരിക്കയിലൊക്കെ കറുമ്പന്മാരെ, ആഫ്രിക്കക്കാരെ ഹോട്ടലിൽ കയറ്റി കഴിപ്പിക്കത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവര് ചെറിയ വർഗമാണ്, അതുകൊണ്ട് കഴിപ്പിക്കത്തില്ല. ഇന്ത്യക്കാരെ പാർലമെന്റിൽ കയറ്റത്തില്ലായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പം ഇതൊക്കെ റേഷ്യലി ഉള്ള ഡിസ്ക്രിമിനേഷൻ ആണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് സ്കോർ വെച്ച്. എന്ന് പറഞ്ഞാൽ എലൈറ്റ്സിന് എലൈറ്റ്സ് ആയിട്ട് ഇരിക്കണം, ബാക്കിയുള്ളവർക്ക് ഇതൊന്നും പാടില്ല. അവർ താമസിക്കുന്ന ടൗൺഷിപ്പിൽ അവർ മാത്രമേ പാടുള്ളൂ, അവർ താമസിക്കുന്ന ഹോട്ടലിൽ അവർ മാത്രമേ പാടുള്ളൂ. അവർ വലിയൊരു ക്രൂസ് ഷിപ്പിൽ പോകുമ്പോൾ അവർക്ക് ഈ ജെട്ടിയിട്ടുകൊണ്ട് വരുന്ന മുണ്ട് ഉടുത്തുകൊണ്ട് വരുന്ന ആളുകളെ വേണ്ട. അതിനു വേണ്ടി വരുന്ന സാധനമാണ് ക്രെഡിറ്റ് സിസ്റ്റം. അപ്പോൾ അത് ഉടനെ യു കെയിൽ വന്നു. ചൈനയിൽ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ആൻഡ് ബീയിങ് ടെസ്റ്റഡ്.
ഇന്ത്യയിൽ വരാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്കത് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. കാരണം ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലൊന്നും ഭയങ്കര സമയം എടുക്കും. അതെ അതെ. അപ്പം അത് വരാതിരിക്കട്ടെ, UK വരട്ടെ, UK തൊലയട്ടെ. അപ്പൊ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോവാം. എനിക്ക് വേറെ സംഭവം UK കാര്യത്തിൽ പറയാനുള്ള, ഈ വട്ടം കമല ഹാരിസിന്റെ ബുക്ക് എഴുതിയായിരുന്നു പുള്ളിക്കാരി. കമല ഹാരിസിന്റെ കമല ഹാരിസ് സ്റ്റേറ്റിനെ ഒക്കെ എതിരെയുള്ള ബുക്ക് എഴുതി. അത് ചുമ്മാ അജണ്ട മാത്രമുള്ള ബുക്ക്. അതിനകത്ത് ഈ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് എന്തൊക്കെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതാണ്, ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ഇതിന്റെ എല്ലാ എന്ന് പറഞ്ഞാൽ ദ ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് ഇവർ എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ, അതെ അതെ, എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്ക് റാവിസിൽ പോയി കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പോ 5 വർഷം കഴിയുമ്പോൾ അത് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമ്മളുടെ തലമുറയാണ് തീരുമാനിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇക്കോണമിയിൽ ഐ ബിലീവ് ഇഫ് യു ആർ നോട്ട് റിച്ച് ഇറ്റ്സ് യു ആർ റോങ് ഡൂയിങ്. കാരണം അത്യാവശ്യം ക്യാപിറ്റലിസ്റ്റിക്, അത്യാവശ്യം ഓപ്പൺ ആയിട്ട് വരുന്ന ഇക്കോണമി. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് യു ക്യാൻ ഗെറ്റ് റിച്ച് ആൻഡ് ഫ്രീ. ഒരു 100-150 കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു പോസിബിൾ അല്ല. ദർ ആർ എൻലെസ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഗൈസ്, ബി റിച്ച്. ആൻഡ് കൂടുതലും ഓൺടർപ്രണർഷിപ്പിലോട്ട് ഇറങ്ങുക. ചെറിയ പരിപാടി, ഇപ്പം കൂൺ കൃഷി, അല്ലെങ്കിൽ പെൻസിൽ ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ റിബൺ ഉണ്ടാക്കി, ചെറിയ ചെറിയ പരിപാടികൾ നോക്കുക, സമയം കണ്ടെത്തുക. കാരണം ശമ്പളം കൊണ്ട് ജീവിക്കാം. ഇപ്പം കേരളത്തിലൊക്കെ പട്ടിണി കിടക്കണമെങ്കിൽ 10,000 രൂപ വേണ്ടുന്ന അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ ട്രാപ്പിലോട്ടാക്കുകയാണ്. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് എനിക്ക് അതെ അതെ അഡ്വൈസ് അല്ല, അത് ട്രാപ്പിൽ വീഴാതെ നോക്കുക. നിങ്ങൾക്ക് നോക്കുമ്പം 25 വർഷം അങ്ങനെ പോവാം. പക്ഷെ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. പറഞ്ഞു നിർത്തി എന്തായിരുന്നു ബ്രീഫ് ചെയ്യൂ? കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ കുറച്ച് മൂണിനെ പറ്റിയുള്ള എന്തായിരുന്നു അതിനൊരു വാക്കുണ്ടായിരുന്നു. മൂണിനെ പറ്റി ഓരോ ട്രൈബ്സിൽ എങ്ങനെ പറയുന്നു, അതിന്റെ സർഫസ് ഏരിയ എന്തുകൊണ്ട് ഉണ്ടാക്കി, എന്താണ് അത്, എങ്ങനെയാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞങ്ങൾ ഇത്രയാണ് ബേസിക്കലി പറഞ്ഞു നിർത്തിയത്. ഒരുപാട് കൾച്ചർ, ഏൻഷ്യന്റ് ഹിസ്റ്ററിയും ഒരുപാട് എന്താ പറയുക പണ്ടത്തെ കൊത്തി വെച്ചിരിക്കുന്ന കേവ് പെയിന്റിങ്സും അതിനകത്ത് ഒക്കെ അനലൈസ് ചെയ്തപ്പം ഡേറ്റിംഗ് ലോങ് ബാക്ക് ദർ വാസ് നോ എവിഡൻസ് ഓഫ് മൂൺ. കാരണം ഒരുപാട് സിവിലൈസേഷൻ എന്താ പറയണ ഈ നമ്മുടെ കോൺസ്റ്റലേഷൻസിനെ വരെ പ്ലോട്ട് ചെയ്ത് അതിന്റെ ആക്യുറസി വെച്ചിട്ടുണ്ട്. പക്ഷെ മൂണിന്റെ എവിഡൻസ് ഇല്ലാന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റിംഗ് സോ ബാക്ക് ഒരുപാട് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക് റെഫറൻസസ് ഉണ്ട്. കാരണം മൂൺ ഒരു എന്താ പറയണ, മൂൺ ഹോൾഡ് സംതിങ് സീക്രട്ട്, മൂൺ ഹോൾഡ് സംതിങ് പൊട്ടൻറ്റ്, അതിനകത്ത് വേറൊരു ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് സയന്റിഫിക്കലി നാസയുടെ റിസർച്ചിനെ കുറിച്ച് ഞങ്ങൾ ബ്രീഫ് ചെയ്തായിരുന്നു. അതിന്റെ സർഫേസ് ഏരിയ, ടൈറ്റേനിയം, അതേപോലത്തെ ഒരുപാട് എന്താ പറയുക നാച്ചുറലി ഒക്വയറിങ് സബ്സ്റ്റൻസ് അല്ലാതെ ഒരു എന്താ പറയണ ഒരു ക്രിയേറ്റഡ് സ്പേസ് സർഫസിന്റെ കണക്ക് തോന്നി. പിന്നെ അതിൻ്റെ അകത്ത് അവർ വൈബ്രേഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന്റെ കാര്യങ്ങളും എല്ലാം മൂണിനെ കുറിച്ച് പറഞ്ഞു. ഗൈസ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ട് വന്നാലേ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകണില്ല. കഴിഞ്ഞ വീഡിയോ നേരെ എടുക്കുക, ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഇൻട്രോ സ്കിപ്പ് ചെയ്യുക, അതെ, എന്നിട്ട് കാണുക. സോ നമുക്ക് തുടങ്ങാം. മൂൺ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ മൂണിന്റെ വേദിക് ഇതിലോട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൂണിന് നമ്മളുടെ കഥയിലെ പേര് നമ്മളുടെ വേദാസിലായാലും എവിടെയായാലും ചന്ദ്ര എന്നാ പറയുന്നത്. ചന്ദ്രയ്ക്ക് ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ട്. പിന്നെ ചന്ദ്രയുടെ 2-3 കഥകളുണ്ട്. നമ്മൾ അതിൽ പറഞ്ഞു പോവാം. അപ്പം ചന്ദ്രയുടെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്രി എന്നും അനസൂയ എന്നും പറയുന്ന ആളുകളാണ്. ആത്രി എന്ന് പറഞ്ഞത് പണ്ട് ദൈവം ഭൂമിയിലോട്ട് വിട്ടത്, നമ്മളുടെ ലോകത്തോട്ട് വിട്ട 7 സേജസിൽ ഒരാളാണ് ആത്രി. അങ്ങനെ ആത്രി ഗുരുവാണ്. ഇത് അക്കോർഡിംഗ് ടു ഹിന്ദു ട്രഡീഷൻ. അതെ, അക്കോർഡിംഗ് ടു വേദാസ് ആൻഡ് നമ്മുടെ ഭഗവത് പുരാണം. അപ്പം ഈ ആത്രിക്കും അനസൂയക്കും ഭയങ്കര ഡിവോട്ടീസ് ആയിരുന്നു. അങ്ങനെ അവര് ഡിവോഷൻസ് കൂടി ഒരു ദിവസം അനസൂയ ഭയങ്കരമായിട്ട് തപസ് ചെയ്ത് ബ്രഹ്മയും വിഷ്ണുവും ശിവനും വന്നു. എന്നിട്ട് അവർക്ക് ഇവരുടെ ഡിവോഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്രഹ്മയും വിഷ്ണുവും പറഞ്ഞു, എനിക്ക് സേജസ് ആയിട്ടാണ് വന്നത്. സേജസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം തരണം, പക്ഷെ ഞങ്ങള് ഭക്ഷണം നേക്കഡായിട്ടിരുന്നേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യുക ഇവള് ഭയങ്കര സെലിബസിയാണ്, ഏറ്റവും വലിയ ഇതാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ 3 പേര് ചൈതന്യ ആളുകൾ വന്ന് ഇങ്ങനെ പറയല്ലേ. ആത്രിയുടെ ഭാര്യ പറഞ്ഞു, ഓക്കെ ഞാൻ ഫുഡൊക്കെ തരാൻ, കുഴപ്പമൊന്നുമില്ല, ഡിമാൻഡ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് ആത്രിയുടെ പവർ ഉപയോഗിച്ച് ഇവരെ 3 പേരെയും കുഞ്ഞുങ്ങളാക്കി, 1 വയസ്സുള്ള കുഞ്ഞു വാവകളാക്കിയിട്ട് ഫുഡ് വാരി കൊടുത്തു. അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട്
ഇവരുടെ 3 ദേവദാസ് ഉണ്ട്, ത്രിമൂർത്തികൾ പോലെ ദേവതകളുണ്ട്. ഇവർ 3 പേര് വന്ന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു തരണം, കുഞ്ഞുങ്ങളാക്കി, അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാ അതായതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനസൂയ പറഞ്ഞാൽ ഓക്കെ, എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല, അവരെ അപ്പോഴേ ഇടിച്ച് തിരിച്ചാക്കി കൊടുത്തു. അപ്പത്തേന് അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ 3 പേരും കൂടെ അനുഗ്രഹിച്ച് 3 മക്കളെ കൊടുക്കും. അതിനകത്ത് ശിവൻ നമുക്ക് കൊടുക്കുന്ന നമ്മളുടെ ദുർവാസാവ്, വിഷ്ണു കൊടുക്കുന്നത് ദത്താരേയോ അങ്ങനെ പറയുന്ന ഒരാൾ, ഞാൻ അതിനെ പറ്റി കൂടുതൽ പഠിച്ചില്ല. അതായത് ബ്രഹ്മാവ് കൊടുക്കുന്നതാണ്, ഇത് ക്രിയേഷൻ ഗോഡ് കൊടുക്കുന്നതാണ് ചന്ദ്ര. ചന്ദ്രയെ കൊടുത്തിട്ട് പറഞ്ഞു, ചന്ദ്ര നിങ്ങളുടെ മോനായിട്ടിരിക്കണം, നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ ഗ്ലോറി ആളുകൾ കാണാൻ വേണ്ടി എല്ലാ ദിവസവും തിളങ്ങുന്ന ചന്ദ്രനെ ഞാൻ നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് മോനെ കൊടുക്കുന്നതാണ് കഥ. അപ്പത്തേക്കും ഇതാണ് ചന്ദ്രന്റെ ഒറിജിൻ സ്റ്റോറി. ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് മുന്നേ ചന്ദ്രയുടെ വേറൊരു കാര്യമുണ്ട്. ചന്ദ്രയ്ക്ക് നമ്മളുടെ സോളാർ സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കുറച്ച് പേരുകൾ ഞാൻ എടുത്ത് പഠിച്ചു. ആത്രി എന്ന് പറയുന്ന 7 സേജസിലെ ഒരു ഋഷി, അതുപോലെ തന്നെ ഇത് കണക്ഷൻസ് അത് ഇത് എന്നൊക്കെ പഠിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കി, ഹിന്ദു മിത്തോളജിയിൽ എന്ത് നോക്കിയാലും നമ്മൾ അതിനകത്തെ എല്ലാ പേരും കോസ്മോളജിയിലോ എവിടെയെങ്കിലും ബന്ധമുണ്ടോ നോക്കണം. കറക്റ്റ് പാത്തായിരുന്നു. ഞാൻ ആത്രി ഏതാന്ന് നോക്കി. ആത്രി എന്ന് പറയുന്ന സ്റ്റാർ നമ്മളുടെ നമ്മളുടെ സ്കൈയിലുണ്ട്. എന്നിട്ട് ആത്രി എന്ന് പറയുന്ന സ്റ്റാർ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ആ സ്റ്റാർ എവിടാന്ന് നോക്കി. ആ സ്റ്റാർ എവിടാന്ന് നോക്കിയപ്പോഴത്തേക്കും ആ സ്റ്റാർ ഇരിക്കുന്ന സ്ഥലമാണ് ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന നമ്മൾ മിൽക്കി വേ ഗാലക്സിയിലാണോ അതോ എനിക്ക് അറിഞ്ഞൂടാ, വേറെ ഗാലക്സിയിലാണോ? അല്ല, ഗാലക്സി മിൽക്കി വേ തന്നെയാണ്. സോളാർ സിസ്റ്റത്തിന്റെ വെളിയിൽ മിൽക്കി വേ ഗാലക്സിയിൽ ഒരു സ്റ്റാർ ഉണ്ട്, ആത്രി എന്നാണ് പറയുന്നത്. ആത്രി ഇരിക്കുന്നത് ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിലാണ്. ബിഗ് ഡിപ്പർ കോൺസ്റ്റലേഷനകത്തെ മെഗ്രസ് എന്ന് പറയുന്ന സ്റ്റാർ ആണ് ആത്രി എന്ന് പറയുന്ന സ്റ്റാർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഞാൻ ബിഗ് ഡിപ്പറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഐ ഫൗണ്ട് സംതിങ്. 7 സേജസിൽ ഒരാളാണ് ആത്രി. ബിഗ് ഡിപ്പറിൽ 7 സ്റ്റാറുകളാണ്. എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ആത്രി എന്ന് പറയുന്നത് ആ ബിഗ് ഡിപ്പർ തന്നെയാണ്. കാരണം 7 സേജസിൽ ഒരാളാണ് ആത്രി. അതുപോലെ തന്നെ ബിഗ് ഡിപ്പറിനകത്ത് 7 സ്റ്റാർ സിസ്റ്റം ഉണ്ട്. മെഗ്രസ്, അത് കോൺസ്റ്റെയിൻ അങ്ങനെയൊക്കെ പറയുന്ന 7 എണ്ണം. അതിനകത്ത് ഒരെണ്ണമാണ് മെഗ്രസ്. അപ്പൊ ഈ മെഗ്രസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കി. ഇന്റർപ്രിട്ടേഷൻ മെഗ്രസിലേക്ക് എത്തി. 100% ഇത് കോസ്മോളജിയാണ് പറയുന്നത്. നമ്മൾ ഡയറക്ട്ലി കണക്ട് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പോവാം. ഇനി വേറൊരു ചന്ദ്രന്റെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ അഡോളസൻ കഥയുണ്ട്. പയ്യ പൊളപ്പനായിരുന്നു പയ്യൻ, ഭയങ്കര സുന്ദരനാണ്, ഭയങ്കര പീക്ക് മെയിൽ ബ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചന്ദ്രന് ഇങ്ങനെ ചന്ദ്രന്റെ പ്രതാപവും അതും ഇതും ഒക്കെ കണ്ടിട്ട് ദാക്ഷ എന്ന് പറയുന്ന രാജാവ്, റൂളർ ഓഫ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ റൂളർ ഓഫ് സോളാർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്, അവിടെ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് പെൺമക്കളുണ്ട്, നീ എൻ്റെ പെൺമക്കളെ നിനക്ക് കെട്ടാം. കാരണം ചന്ദ്രൻ വാസ് ദി മോസ്റ്റ് വൈബ്രന്റ് തിങ്. അപ്പത്തേനും കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ദാക്ഷയ്ക്ക് 27 പെൺമക്കളുണ്ടായിരുന്നു. ആ 27 പെൺമക്കളെയും ചന്ദ്രൻ കല്യാണം കഴിച്ചു. 27 പെൺമക്കളെയും കെട്ടി ചന്ദ്രൻ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ് കഥ. സാറ്റലൈറ്റ്സ് ഉണ്ടോ? ചന്ദ്രന് സാറ്റലൈറ്റ് ഇല്ല, പക്ഷെ ഞാൻ പറയാം. ഇങ്ങനെ കെട്ടി പോവാണ്. അപ്പത്തേനും ഞാൻ പറഞ്ഞു, ഓക്കെ ചന്ദ്രൻ 27 ഭാര്യമാര് കല്യാണം കഴിച്ച് ജീവിക്കുന്നു. നമ്മളുടെ അപ്രോച്ച് മാറ്റി. ഓക്കെ, കോസ്മോളജിയിലോട്ട് പോകുന്നു. വാട്ട് ഈസ് 27 ഇൻ കോസ്മോളജി, 27 ഇൻ സൺസ്, 27 ഇൻ മൂൺ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഒരു ചന്ദ്രന്റെ ഓർബിറ്റ് ഭൂമിയിലേക്ക് ചുറ്റും കറങ്ങി തീർക്കാൻ 27 ഡേയ്സ് ആണ് എടുക്കുന്നത്. മനസ്സിലായി? ചന്ദ്രൻ ഒരു ഇയർ പോലെ അടിക്കണമെങ്കിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങി തീർക്കണമെങ്കിൽ 27 ഡേയ്സ് ആണ്. ഒരു റെവല്യൂഷൻ ഇല്ലേ എന്ന് വെച്ചാല് ഈച്ച് ഡേ, ഓരോ ദിവസവും ചന്ദ്രൻ ഓരോ സ്കൈയിലാണ്. ഓരോ സ്കൈയിലും 13 ഡിഗ്രി വെച്ചൊരു സെക്ടർ ഉണ്ടാക്കി ഓരോ പോർഷൻ ഓഫ് സ്കൈ ഉണ്ട്. ആ ഓരോ സ്കൈയിലും നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 27 പോർഷൻ സ്കൈ കിട്ടും. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ സ്ഥലത്തല്ലേ, ഓരോ 27 ദിവസം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ 27 ദിവസവും ഇതാക്കിയാലും നമുക്ക് 27 അതിന് പറയുന്നത് 27 നക്ഷത്രാസിന് കിട്ടും.
27 നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ഇന്ന് നോക്കുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രത്തിലാണെങ്കിൽ അടുത്ത ദിവസം നോക്കുമ്പം രോഹിണി നക്ഷത്രത്തിലായിരിക്കും, അടുത്ത് നോക്കുമ്പോൾ ചോതി നക്ഷത്രത്തിലായിരിക്കും. ഈ ചോതി കാർത്തിക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് കോൺസ്റ്റലേഷൻസ്, കോസ്മോളജിയാണ്. അങ്ങനെ ഞാൻ നോക്കി 27 നക്ഷത്രം. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി ചന്ദ്രന്റെ കഥ കോസ്മോളജിയാണ് പറയുന്നത് ഉറപ്പിച്ചു. ഇനി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പത്തേനും കഥയിനകത്ത് പോകുന്നതെന്ന് വെച്ചാൽ ചന്ദ്രന്റെ മഹാഭാരതത്തിനകത്ത് കാൻഡോ 131 സ്കന്ധം 131 പറയുന്നുണ്ട്, ഈ 27 ഭാര്യമാരിൽ ചന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രോഹിണിയായിരുന്നു. രോഹിണിയായിരുന്നു ചന്ദ്രന് ഏറ്റവും ഇഷ്ടം. രോഹിണിയുടെ കളറും ചുമന്നുള്ള ശരീരവും കണ്ട് രോഹിണിയായിട്ട് അട്രാക്റ്റ് ആയി ചന്ദ്രൻ ഏറ്റവും കൂടുതൽ സമയം രോഹിണിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് സ്കന്ധം 131 മഹാഭാരതത്തില് ചന്ദ്രദേവനെ പറ്റി പറയുന്നത്. അപ്പത്തേക്കും ഞാൻ എടുത്തു രോഹിണി നക്ഷത്രം എടുത്തു, പഠിച്ചു. ബാക്കി നക്ഷത്രാസനയും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി രോഹിണി നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം, ബാക്കി 13, 27 എല്ലാം ഉണ്ട്, അതിനകത്ത് രോഹിണി എന്ന് പറയുന്നതിന് മാത്രം ഒരു വ്യത്യാസമുണ്ട്. രോഹിണി ഈസ് ദി ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ അവർ സ്കൈ. രോഹിണി എന്ന് പറയുന്ന നക്ഷത്രമാണ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ. എന്തുകൊണ്ടാണെന്നറിയാമോ? രോഹിണിയുടെ ചുമ എന്നുള്ള ശരീരം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 13 നക്ഷത്രത്തില്, ഈ 27 ഭാര്യമാരില് രോഹിണി നക്ഷത്രത്തിൽ മാത്രമാണ് റെഡ് ജയന്റ് ആയിട്ടുള്ള സൺ ഉള്ളത്. രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റാർ സിസ്റ്റമാണ്. അതിനകത്തൊരു റെഡ് ജയന്റ് ഉണ്ട്. റെഡ് ജയന്റ് അതുകൊണ്ടാണ് അത്ര ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ റെഡ് ഡ്വാർഫാണ്, ചെറിയ സൂര്യനാണ്. ഇത് മാത്രമാണ് നമ്മുടെ സ്കൈയിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന റെഡ് ജയന്റ്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലുത്. അപ്പോ ഇതിനെ പറ്റിയൊക്കെ നമ്മുടെ ആളുകൾക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ രോഹിണി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റലേഷൻ ആണ്. രോഹിണി നക്ഷത്രമാണ് ഏറ്റവും ചുമപ്പ് കൂടുതൽ, അതൊരു റെഡ് ജയന്റ് ആണ്, ചന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞേക്കുന്നത് അടുത്ത സ്കന്ധയിൽ പറയുന്നതാണ്, ഏറ്റവും സുന്ദരി രോഹിണി ആയതിനാൽ സോമ എന്നാണ് നമ്മൾ ചന്ദ്രനെ വിളിക്കുന്നത്. സോമ എന്നും ഇവളെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് എന്തുവാണ്, ഇത് എല്ലാ കയ്യിൽ നിന്ന് പോയി, അപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും. നോക്കിയപ്പോഴത്തേക്കും ഈ കോൺസ്റ്റലേഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും രോഹിണി എന്ന് പറയുന്നത് ഇപ്പം ഇവിടുന്ന് ഒരു ഓർബിറ്റ് എടുക്കുക, ഓർബിറ്റ് ഇവിടുന്ന് തുടങ്ങുന്നു, ഇവിടെ ഒരെണ്ണം, ഇവിടുന്ന് തുടങ്ങുന്നു, ഇവിടെ 2, 3, 4 അങ്ങനെ പഴം തൊലിക്കുന്ന പോലെ കാണുക. അതിനകത്തൊരു സൈഡിലാണ് രോഹിണി. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എവിടെ പോയാലും ഭൂമിന്ന് നോക്കുമ്പം രോഹിണി പുറകിലുണ്ട്. മനസ്സിലായോ? ബാക്കി നക്ഷത്രാസ് താഴെയായി പോവും, ലെഫ്റ്റിലായി പോവും, റൈറ്റിലായി പോവും. പക്ഷെ നമ്മളുടെ ഭൂമി എന്നുള്ള പെർസ്പെക്റ്റീവ് എപ്പ നോക്കിയാലും ചന്ദ്രൻ കഴിഞ്ഞിട്ട് പുറവില് ഒരു രോഹിണി കാണും. പക്ഷെ ഇവ വേറെ നക്ഷത്രത്തിലായിരിക്കും, പക്ഷെ രോഹിണി അപ്പൊ നമ്മൾ ഇവിടെ എത്തും. അങ്ങനെ അപ്പം ഇത് നമ്മൾ മാപ്പ് ചെയ്ത് ഒന്നും വേണ്ട, രോഹിണിയൊക്കെ വിട്, ഈ രോഹിണി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണെന്നും ഇത് തന്നെയാണ് അതൊന്നും ബാക്കി കോടിക്കണക്കിന് സ്റ്റാറുകൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഇതിനെപ്പറ്റി കഥ ഉണ്ടാക്കാനും നമുക്ക് അറിവുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് രോഹിണിയുടെ കഥ പോകുന്നത്. അതാണ് റെഡ് ജയന്റ് എന്ന് പറഞ്ഞത്. ഇനി എന്താ പറയുന്നത്, രോഹിണി എന്ന് പറയുന്ന സ്റ്റാർ ഏതാണെന്നറിയാമോ? രോഹിണി എന്ന് പറയുന്ന സ്റ്റാറിന്റെ പേരാണ് ഇംഗ്ലീഷിലല്ല ഗ്രീക്കിൽ പറയുന്നത്, നമ്മൾ ഇപ്പം അടിച്ചു നോക്കാൻ പറ്റുന്നത് അൽഡബേറൻ എന്നാണ്. ALDEBARAN. ഇത് ടോറസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിലാണുള്ളത്. രോഹിണി നക്ഷത്രം കൂട്ടം എന്ന് പറഞ്ഞാൽ ടോറസിനകത്ത് ഒരു സ്റ്റാർ അൽഡബേറൻ എന്ന് പറയുന്നതാണ്. ഇത് ഭയങ്കര ഇത്ര രോഹിണി നക്ഷത്രത്തിന് ഇത്ര ഇത് വരാൻ കാരണം പണ്ട് തൊട്ടേ ബ്രൈറ്റ് ആണ്, ചുമന്ന സുന്ദരി എന്നാ പറയുന്നത്. അതിനെ 100 വർഷം മുന്നേ നാസ കണ്ടുപിടിച്ചിട്ട പേരാണ് ദ റെഡ് ജയന്റ്. മനസ്സിലായോ? ടോറസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് കോൺസ്റ്റലേഷൻ. അപ്പത്തേനും അങ്ങനെയാണ് പറയുന്നത്. അതെ. ഇനിയും ചന്ദ്രനെ പറ്റി വേറെ പല കാര്യങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ട്രൈബുകളിൽ ഇപ്പൊ നമുക്ക് വേദാസ് വിട്ട് ആഫ്രിക്കയിലോട്ട് ചെറുതായിട്ടൊന്ന് പോവാം. ആഫ്രിക്കക്കാര് ഈ പറയുന്ന പോലെ നമുക്കറിയാലോ, അവര് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്.
ഈ ആഫ്രിക്കൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതിനകത്തൊരു കാര്യം, ഒരു സമയം ഭൂമിയിൽ നിന്ന് നോക്കുമ്പം അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ ചന്ദ്രനെ പോലെ 2 സാധനം ഉണ്ടെന്നും ഒരെണ്ണം പൊട്ടിപ്പോവുകയും എന്നിട്ട് ഭൂമി മുഴുവൻ ഫ്ലഡ് വന്നു എന്നും പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ പറയുന്നുണ്ട്. അതിന് അവിടെയും ചന്ദ്രൻ പൊട്ടുന്നതും പിന്നെ ഒരു ഫ്ലഡിന്റെയും കാര്യം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നേറ്റീവ് അമേരിക്കൻ മിത്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്ക, ഇൻകാസ്, ആസ്ടെക്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവരുടെ ഒരു മിത്താണ് മൂൺ ദാറ്റ് ഫെൽ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന കഥയാണ്. ഫുഡൊക്കെ വാരി കൊടുക്കുമ്പോൾ പഠിപ്പിക്കുന്നതാണ്. ആകാശത്തു നിന്ന് താഴെ വീണ ചന്ദ്രന്റെ കഥ. ചന്ദ്രൻ മൂൺ വന്നു, എന്നിട്ട് ലോകം മുഴുവൻ കെയോസ് ആയി, എന്നിട്ട് ഗോഡ്സ് വന്ന് പുതിയ മൂണിനെ ഉണ്ടാക്കി അവിടെ വെച്ചു എന്നാണ് പറയുന്നത്. ആസ്ടെക്സ് മിത്തും മായൻ മിത്തും. ആസ്ടെക്സ് ഭയങ്കര പഴയമുള്ളവരാണ്, ഒരു പുതിയ ജനറേഷൻ. അതെ 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 അതെ. ഇനി ഇതാണ് എല്ലാ മിത്തോളജിയിലും എല്ലാ കോണ്ടിനെന്റിലും ഈ മൂണിനെ പറ്റി, മുമ്പുള്ള ഒരു മൂൺ അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഒരു മൂൺ അല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരു മൂണിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. റെസറക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ ആഫ്രിക്കൻ നമ്മൾ കേട്ടു, നേറ്റീവ് അമേരിക്കൻ കേട്ടു. ഇനി അടുത്താണ് ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജിയിൽ ഇവരെ ഈ നമ്മൾ ഗോഡ്സ് എന്ന് പറയുന്ന പോലെ അവരുപയോഗിക്കുന്ന വാക്കുകളാണ് ടൈറ്റൻസ്. സൂസ് ഒരു ടൈറ്റൻ ആണ്, പൊസൈഡൻ ഒരു ടൈറ്റൻ ആണ്. നമ്മൾ പറയുമ്പോൾ സൂസ് ഒരു ദൈവമാണ്. ആ വാക്ക് തന്നെയാണ് സെയിം. അപ്പം ഒരു ടൈറ്റൻ, സെലീൻ എന്ന് പറയുന്ന ഒരു ടൈറ്റൻ ഉണ്ടായിരുന്നു. അപ്പം ഈ സെലീൻ എന്ന് പറയുന്ന ടൈറ്റൻ എന്താ പറയുന്നത്, ഹെവനിൽ നിന്ന് ഫോൾ ചെയ്ത ഒരു കഥയുണ്ട്. ഫോൾ ചെയ്ത് വന്ന് ഭൂമിയുടെ അമ്മയെ വന്ന് ഹെവനിൽ നിന്ന് ഫോൾ ചെയ്ത് ഇടിച്ചു എന്നാ പറയുന്നത്. എന്തിനാന്ന് വെച്ചാല് ഈ ടൈറ്റൻ സെലീൻ ഒരു പെണ്ണ, എന്നിട്ട് ഭൂമിയുടെ അമ്മയുടെ സ്ഥലത്ത് ഒരു എൻഡിമിയോൺ എന്ന് പറയുന്ന ഒരു കാമുകനുണ്ടെന്നും ആ കാമുകനെ കാണാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് ആകാശത്ത് ഹെവനിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയോ എന്നിട്ട് ഇടിച്ചു പൊട്ടി നശിക്കുകയും ചെയ്തെന്നുള്ളൊരു കഥയുണ്ട് ഈ ഗ്രീക്ക് മിത്തോളജിയിൽ. ഭൂമിയുടെ അമ്മ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടോ എർത്തിനെ പറ്റിയാണ് പറയുന്നത്. ലെറ്റ്സ് റെഫർ ടു മൂൺ എന്ന് പറയാൻ പറ്റത്തില്ല. മൂൺ വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് വന്ന് ഇടിച്ചത്? അന്നത്തെ കാലത്തെ മൂൺ ഭൂമിയുടെ അമ്മയെ വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിനെ പറ്റി ഒരു ഇതുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇനി നമ്മൾ ഇതെല്ലാം കുറച്ചും ഡീകോഡ് ചെയ്യും. ഇനി വേറൊരു കഥയുണ്ട്. ചന്ദ്രന്റെ അറഗൻസ് കൂടി വന്ന് എന്തോ സീനൊക്കെ ആയതിനു ശേഷം ശിവ ചെന്ന് ചന്ദ്രനെ തൃശൂലം വെച്ച് കുത്തി അങ്ങ് പൊട്ടിക്കും. അങ്ങനൊരു കഥയുണ്ട്. തൃശൂലം വെച്ച് കുത്തി പൊട്ടിക്കും. എന്നിട്ട് പിന്നെ അവസാനം എല്ലാവരുടെയും ഇതും അതുമൊക്കെ കേട്ടിട്ട് അവസാനം പുള്ളിയെ റിവൈവ് ചെയ്യും. എന്നിട്ട് റിവൈവ് ചെയ്തിട്ട് ആ പോട്ട് മോനെ എന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആ റിവൈവ് ചെയ്യുന്ന കഥയാണ് നമ്മളുടെ സമുദ്ര മന്ഥൻ അങ്ങനെ വരുന്നത്. ഇനിയും എന്താ പറയുന്നത് അറിയോ, കാലിക പുരാണ എന്ന് പറയുന്ന ഒരു പുരാണമുണ്ട് നമുക്ക്. കാലിക പുരാണ എന്ന് പറയുന്ന പുരാണക്കകത്ത് ഈ നേരത്തെ പറഞ്ഞ ഈ 3 ഇൻകാസിന്റെ കഥ, അമേരിക്കൻസിന്റെ കഥ, ആഫ്രിക്കൻസിന്റെ കഥ, ഗ്രീക്ക് മിത്തോളജിയുടെ കഥ, ഇതെല്ലാം കോയിൻസൈഡ് ചെയ്യുന്ന ഒരു കഥ നമ്മളുടെ കാലിക പുരാണ എന്ന് പറയുന്ന നമ്മളുടെ വേദപുസ്തകത്തിലുണ്ട്. എന്ന് പറഞ്ഞാല് മൂൺ വന്ന് ഭൂമാതയെ ഇടിച്ചു പൊട്ടുന്ന കഥ എന്ന് പറഞ്ഞാല് വന്ന് ഭൂമിയെ വന്ന് ചന്ദ്രൻ വന്ന് ഭൂമിയെ ഇടിച്ച് പൊട്ടുന്നു. എന്നിട്ട് ഈ വന്ന് ഇടിച്ച് പൊട്ടിയ വലിയൊരു മൗണ്ടനിലാണ് ഇടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഭൂമിയെയും മൗണ്ടനെയും ഒന്നായിട്ടാണ് പെർസോണിഫൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ മൗണ്ടന്റെ വന്ന് ഇടിച്ച് ഇത് പൊട്ടും. എന്നിട്ട് ഈ പൊട്ടിയ മൗണ്ടന്റെ പേരാണ് ചന്ദ്രഭാഗ എന്ന് പറഞ്ഞാൽ ചന്ദ്ര വന്ന് ഇടിച്ചു ഭാഗിച്ച മൗണ്ടൻ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഈ ചന്ദ്രഭാഗയാണ് എന്താ പറയുന്നത്, ഈ ചന്ദ്രഭാഗ വന്ന് ഇടിച്ചു പൊട്ടി ഭൂമിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളം ലീക്കായി. അങ്ങനെ ചന്ദ്രഭാഗ എന്ന് പറയുന്ന ഒരു ലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു കഥ നമ്മളുടെ പുരാണത്തിലുണ്ട്. എല്ലാം അവിടെ നോക്കിയാലും ചന്ദ്രൻ ക്രാഷിംഗ് ഓൺ ടു സംവെയർ, ഭൂമിയാണെന്ന് പറയുന്നത് എന്തിലോ വന്ന് എല്ലാ ആസ്പെക്ട്സിലും, മായനിലും ഹിന്ദു മിത്തോളജിയിലും എല്ലാ ഏൻഷ്യൻ ആഫ്രിക്കൻ മിത്തിലും എല്ലാം ഉള്ള കഥയാ. ചന്ദ്രൻ വന്ന് എന്തിലോ ഇടിക്കുന്നു. എന്നിട്ട് ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഫ്ലഡ് വന്നു എന്ന്. ഇൻകാസിന്റെ കഥയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കെയോസും മഴയും വന്നു എന്ന്. അപ്പം ഇത് ഇവിടെയും വന്ന് ഇടിച്ച് ഒരു ഉറവ ഉണ്ടായി, ലോകം മുഴുവൻ ഫ്ലഡായി. ആ
വള്ളം ഓടിയ സ്ഥലത്തിന്റെ റിവറിന്റെ പേരാണ് റിവർ ചന്ദ്രഭാഗ നദി, ചന്ദ്രഭാഗ നദി എന്നാ പറയുന്നത്. ഇനി കാലിക പുരാണയെ തന്നെ ചാപ്റ്റർ 21, ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ റെഫർ ചെയ്ത സ്ഥലമാണ്, നിങ്ങളും പോയി നോക്കണം. ഇത് ഇവിടെ ഇരുന്ന് നമ്മൾ ഉണ്ടാക്കിയ പുരാണമല്ല. കാലിക പുരാണ ചാപ്റ്റർ 21 വേഴ്സ് 41 to 45. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് ചന്ദ്ര വന്ന് ഇടിച്ച് ഏതോ ഒരു പുഴയൊക്കെ ഉണ്ടായെന്നാ പറയുന്നത്. പുഴ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ചന്ദ്ര വന്ന് ഇടിച്ച് ചന്ദ്ര പൊടിഞ്ഞു പോയെന്നാ പറഞ്ഞ, ഭസ്മ എന്നാ പറഞ്ഞ അവരുദ്ദേശിച്ച വാക്ക്. ചന്ദ്ര വന്ന് ഇടിച്ച് ഭസ്മയായി. ഈ ഭസ്മ വന്ന് ആ പുഴയിലൂടെ കറങ്ങി കറങ്ങി ശിരോദ എന്ന് പറയുന്ന കടലില് വന്ന് വീണു എന്നാ പറയുന്നത്. ശിരോദ എന്ന് പറയുന്ന കടലില് വീണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സം കൊളിഷൻ ഹാപ്പൻഡ്, എന്നിട്ട് ഒരു റിവർ പോലെ ചന്ദ്രന്റെ പൊടികൾ എവിടേക്കോ പോയി. അത് കഴിഞ്ഞ് ശിരോദ എന്ന് പറയുന്ന ആഴക്കടലില് എന്നേക്കുമായിട്ട് ട്രാപ്ഡായി എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കാലിക പുരാണയിൽ തന്നെ. എന്ന് പറഞ്ഞാൽ കാലിക പുരാണയെ വെച്ച് നമ്മൾ ഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ചെറിയ കഥ ഇപ്പൊ നടന്നു എന്ന് പറഞ്ഞില്ലേ, ഈ നടന്ന കഥ എന്ന് പറഞ്ഞാൽ ഇത് നടന്നത് സ്വരോസിക മന്വന്ത്രയ്ക്ക് മുന്നെയാണ്. സ്വരോസിക മന്വന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചത്. 2 ബില്യൺ ഇയേഴ്സ് അഗോ നടന്ന ഏതോ ഒരു കൊളിഷൻ നമ്മൾ എങ്ങനെയോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് മനുഷ്യൻ റെക്കോർഡ് ചെയ്തതാണോ അതോ ഇനി ഏലിയൻസോ വേറെ ആരെങ്കിലും വന്ന് ഭൂമിയുടെ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിച്ചപ്പം പറഞ്ഞു തന്നതാണോ? കുരങ്ങന്മാരല്ലേ, കുരങ്ങന്മാർക്ക് എങ്ങനെ ഉണ്ടായി മക്കളെ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായെന്ന് പറഞ്ഞു തന്നതായിരിക്കാം. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ച് പറഞ്ഞ് ആരോ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ബില്യൺ ഇയേഴ്സ് അഗോ. എന്നിട്ട് എന്താ പറയുന്നത്, ഇനിയും നമ്മൾ മോഡേൺ സ്പേസിലോട്ട് കുറച്ച് പോവാം. മോഡേൺ സ്പേസിലോട്ട് കുറച്ച് പോകുമ്പോൾ നമ്മളുടെ സയൻസിന്റെ ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂൺ ഉണ്ടായത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് 3-4 തിയറി പറഞ്ഞു. അതിനകത്ത് അസിമുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു തിയറിയാണ്. ഒരു പ്ലാനറ്റ് എർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് വേറെ എന്തോ വന്ന് ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഡെർബി രണ്ടും കൂടെ കിടന്ന് കറങ്ങി അവസാനം മൂൺ ഫോം ചെയ്തു എന്നാണ് കഴിഞ്ഞ ഒരു 40, 50, 60, 70 വർഷം മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചത്, നാസ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോലെ. അതെ അങ്ങനെ കണ്ടുപിടിച്ചു. ഇനിയും ചന്ദ്രന്റെ കഥയിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, വന്ന് ഇടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ശിവ വന്ന് കുത്തിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുന്നത് കാലഭൈരവനാണ്, ടൈമിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ യൂസ് ഓഫ് ടൈം ഓർ ഹെൽപ്പ് ഓഫ് ടൈം മൂൺ വന്ന് എന്തിനെയോ ഇടിച്ചു പൊട്ടിക്കഴിഞ്ഞിട്ട് ക്ഷീര എന്ന് പറഞ്ഞ സാഗരത്തിൽ വീണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ക്ഷീരസാഗരത്തിൽ ട്രാപ്പായിപ്പോയി. എന്നിട്ട് ശിവൻ വന്ന് റിവൈവ് ചെയ്തു എന്ന് പറയത്തില്ലേ, ശിവനും ബ്രഹ്മാവും വിഷ്ണു എല്ലാവരും കൂടെ നമുക്ക് ചന്ദ്രനെ കൊണ്ടുവരണം. എന്തിനാണ് കൊണ്ടുവരുന്നത്? ആളുകൾ ജീവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ എന്താണോ അവിടെ ഉള്ളവർക്ക് അവരുടെ മൈൻഡ്, അവരുടെ ടൈഡ്, അവരുടെ എനർജി, ഇത് 3 എഫക്റ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. ഇത് 3 എഫക്റ്റ് ആവുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ വിഷ്ണു പറയും, ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നമ്മുടെ അണ്ണനെ വിളിക്കാം, നമ്മുടെ പാമ്പനുണ്ടല്ലോ പുള്ളിയെ, വാസുകിയാന്ന് തോന്നുന്നു, വാസുകി അല്ല, ഏതോ ഒരു വലിയ പാമ്പിനെ വിളിക്കാം, നമുക്ക് കൊണ്ട് ചന്ദ്രനെ ചേൺ ചെയ്തെടുക്കാം, അതിൻ്റെ കൂടെ അമൃതം കിട്ടും എന്ന് പറഞ്ഞിട്ട് ചേണിങ്ങിലോട്ട് പോകുന്ന കഥ അങ്ങനെയാണ് വരുന്നത്. അപ്പത്തേനും നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഹിന്ദു മിത്തോളജിയിൽ അല്ലെങ്കിൽ വേദാസ് ഉപയോഗിച്ചേക്കുന്ന വാക്ക് ചേണിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കടയുക എന്നാണ്, കടഞ്ഞെടുക്കുക എന്നാണ്. എന്ന് പറഞ്ഞാല് ക്ഷീരസാഗര ചേൺ ചെയ്ത് മൂണിനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, മിൽക്കി വേയില് ക്ഷീരസാഗരയില് എന്തോ ചേൺ ചെയ്ത് ചേണെന്ന് പറഞ്ഞാൽ കറക്കി കടഞ്ഞ് കടയുക എന്ന് വെച്ച് കഴിഞ്ഞാല് സംതിങ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് വി ആർ സെപ്പറേറ്റിംഗ് സംതിങ് എന്ന് പറഞ്ഞാല് ചേൺ ചെയ്ത് എടുക്കുകയാണ് എന്ന് പറഞ്ഞാല്, ഞാൻ എളുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചേണിങ് എന്നുള്ള വാക്ക് ഹിന്ദു മിത്തോളജിയിൽ 1 സമുദ്ര മഥനയിൽ ഉപയോഗിക്കുന്നത്, 2 എവിടാണ് ഉപയോഗിക്കുന്നത് അറിയാമോ?
പാല് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കും. പാല് ചേൺ ചെയ്ത് വെണ്ണ ഉണ്ടാക്കും എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, പാലിനകത്ത് ഫാറ്റ് മോളിക്യൂൾസ് ഉണ്ട്. അതിങ്ങനെ എല്ലായിടത്തും പ്രസന്റ് ആണ്. ദ മിൽക്കിനകത്ത് ഫാറ്റ് മോളിക്യൂൾസ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി പ്രസന്റ്. അതിനെ ഇങ്ങനെ കറക്കി 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 ഈ ഫാറ്റ് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്ത് ഒരു ഗ്ലോബ് അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് അതാണ് നമ്മൾ ബട്ടർ ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ആ സാഗരത്തിൽ അല്ലെങ്കിൽ ആ പാലിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഫാറ്റ് മോളിക്യൂൾസിനെ കറക്കി 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 കളക്ട് ചെയ്ത് ഒരു ഉണ്ടയാക്കി എടുക്കുന്ന പ്രോസസ്സിനാണ് കടഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചേണിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പാലാഴി എന്ന് പറഞ്ഞാൽ ക്ഷീരസാഗര എന്ന് പറയുന്ന മൂൺ വന്ന് ഇടിച്ച് പൊട്ടിട്ട് ക്ഷീരയിലോട്ട് മൂണിന്റെ പൊടികൾ പോയെന്ന് പറയുന്നത്. മറ്റേ ഞാൻ വാക്ക് പറഞ്ഞല്ലോ, ഭസ്മമായിട്ട് ക്ഷീരസാഗരത്തിൽ മൂൺ കിടക്കുക. അപ്പത്തേനും അണ്ണന്മാര് വന്ന് എന്തോ കൊണ്ടുവന്ന് ചേൺ ചെയ്യുക. മേ ബി ഓർബിറ്റ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. കൊണ്ടുവന്ന് ചേൺ ചെയ്ത് ഈ ക്ഷീരസാഗരത്തിൽ അടങ്ങിക്കിടക്കുന്ന ചന്ദ്രന്റെ ഭസ്മങ്ങളെല്ലാം കളക്റ്റായി ബട്ടർ വന്നൊരു ഗ്ലോബ് ആവുന്ന പോലെ മൂണിന്റെ പൊടികളെല്ലാം കൂടെ വന്നൊരു ഉണ്ടയായി അത് ശിവൻ പൊക്കിയെടുത്ത് തലയുടെ മുകളിൽ വെച്ചു എന്നാണ് കഥ. മിൽക്കി വേ. അതുകൊണ്ടാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും അറിയാത്തൊരു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് വന്ന് ഇടിച്ച് പൊട്ടി പൊടിയായിട്ട് കടലിൽ വീണു, എന്നിട്ട് ഈ പൊടി മൊത്തം ചേൺ ചെയ്തൊരു ഉണ്ടയായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ദേ ആർ റെഫറിങ് ടു ദി ഫോർമേഷൻ ഓഫ് മൂൺ. ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് 15,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെക്കാൻ പറ്റില്ല. എഴുതി വെച്ചാൽ നമുക്കത് ഇതിലും ഭേദമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലാംഗ്വേജ് ഡിഫറൻസ്, കൾച്ചറൽ ഡിഫറൻസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പോലും നമുക്കറിയില്ല. സത്യം മാത്രമല്ല, ഇത്രയും ഹൈലി അഡ്വാൻസ്ഡ് interdimensional species who are able to manipulate time, gravity. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇരുന്ന് എത്ര വലിയ ആളായിരുന്നെങ്കിലും ഈ സംഭവം നാസ 100 വർഷത്തിനകത്ത് കണ്ടുപിടിച്ച സാധനം 14,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു ബുക്കിനകത്ത് ഇത് വരണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇതൊന്നും കാണാനോ അറിയാനോ എഴുതാനോ പറ്റില്ല. ഇവർക്ക് പല പ്ലാനറ്റ്സിനെ പറ്റി, രോഹിണി, മെർഡസ് എന്ന് പറയുന്ന പ്ലാനറ്റ്, ടോറസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ, രോഹിണിയായിട്ടുള്ള ലവ്, അല്ലെങ്കിൽ ക്ഷീരസാഗരത്തിൽ ഭസ്മാസ് ആയിട്ട് വരുന്നത്, വന്ന് ഇടിച്ചു പൊട്ടുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ ഇത് വേറെ എവിടുന്നോ ആരോ കണ്ട് ഭൂമിയുടെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ ഫുള്ള് നോക്കിക്കാണാൻ കഴിവുള്ളൊരു സിവിലൈസേഷൻ കണ്ടിട്ട് ഭൂമിയിൽ ലൈഫ് ഉണ്ടായപ്പോൾ അവർ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് റോഡിൽ കൂടെ നടക്കുന്ന കുരങ്ങൻ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കൊച്ചിന് നമുക്ക് ആൽജിബ്ര പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മോനെ x+y = 2x+9 എന്ന് പറയത്തില്ല. മോനെ 2 ആപ്പിൾ ഉണ്ടായിരുന്നു, ഈ 2 ആപ്പിളിന് ഈ കൊട്ടയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവര് ഒരു ആപ്പിൾ ഒരു ദിവസം പോയപ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞു, അപ്പൊ കാണാൻ വേറൊരു ഓറഞ്ച് വന്നിട്ട് ഈ സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഗ്രാവിറ്റി എന്നത് പ്യൂർലി മനസ്സിലാക്കണ ഒരു MSc in physics ആണ്. അതെ അതെ. അപ്പം നമ്മുടെ അടുത്ത് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു കോംപ്ലക്സ് ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പേഴ്സോണിഫൈ ചെയ്യും. നമ്മള് ഗ്രാവിറ്റി ഒരു ഹയർ മാസുള്ള ഒബ്ജക്ട്, അവിടെ സ്പേസ്, ടൈം, ഗ്രാവിറ്റി, മൊമെന്റം, വെലോസിറ്റി ഇതെല്ലാം മനസ്സിലാക്കിയല്ലേ. അപ്പോ ഇങ്ങനെ നമുക്ക് ആരോ പറഞ്ഞു തന്ന അറിവാണ് ചന്ദ്രൻ അവിടെ നിൽക്കുന്നു, ചന്ദ്രൻ 27 കുഞ്ഞുങ്ങളെ അല്ല ഭാര്യമാരെ ഉണ്ടാക്കുന്നു, ഈ ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം രോഹിണിയാണ്. മനസ്സിലായോ? ദേ വേർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വേരിയസ് അണ്ടർ ഡെവലപ്ഡ് ബീങ്സ്. കാരണം കോസ്മോസിന്റെ രഹസ്യങ്ങൾ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും പഴങ്ങളുമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരെന്തോരം അഡ്വാൻസ്ഡ്, നമ്മൾ എന്തോരം അഡ്വാൻസ്ഡ് അല്ലാത്തവരും ആയിരുന്നു. അപ്പം അവരൊരു സ്പേസ് ഫെയറിംഗ് സിവിലൈസേഷൻ ആണെന്നുള്ളതിന് ഡൗട്ടില്ല. ദേ ആർ 100% ലെജിറ്റ്. അവർ എക്സിസ്റ്റ് ചെയ്യുന്നു. അവര് എന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് അവർക്ക് ചിലപ്പോൾ ഇവിടെ കാണും, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളെ സൈസ് ചിലപ്പം വാട്ട് ഇഫ് വി ആർ നോട്ട് എ പാർട്ട് ഓഫ് ദം. വേറെ ഒരു കഥയുണ്ട്, അറിയാവോ? ഒരു ഭൂമി എന്തുവാണെന്നുള്ളതിനൊരു ചോദ്യത്തിന് ഒരു പുരാണയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ജയന്റിന്റെ ഇടത്തെ നീലക്കണ്ണാണ് ഭൂമി എന്ന്. And that was written in Mesopotamian mythology. That was around 8,000 to 80,000. നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞപ്പോ ഏതോ നമ്മളിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു കമന്റ് എന്താ കണ്ടിട്ടുണ്ട്, അതെങ്ങനെ നമ്മൾ ഇത്ര കോംപ്ലക്സ് ബീങ്സ് ഇല്ല എന്ന്. ഞാൻ ബ്രോ ഒരു ഉറുമ്പിന്റെ കണ്ണെടുത്ത് അതിനകത്ത് എത്ര
അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ ആറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഓരോ ഇലക്ട്രോണിനകത്ത് എന്തോരം സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അത് മാത്രമല്ല അതെടുത്ത് എന്തോരം കോംപ്ലക്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ജയന്റിന്റെ ഞാനിപ്പോ പറഞ്ഞ കഥ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ എന്റെ കണ്ണെടുക്കുക, എന്റെ ഒരു കണ്ണെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെൽസ് ഉണ്ട്, കോടിക്കണക്കിന് സെൽസ് ഉണ്ട്. കോടിക്കണക്കിന് സെൽസിനകത്തും ഓരോ സെല്ലിനകത്തും മൈറ്റോകോൺട്രിയ ഉണ്ട്, മറ്റേ വേറെ രണ്ടു അറിയാവുന്ന കാര്യങ്ങൾ, അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. മൈറ്റോകോൺട്രിയ ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് ബീങ് വി ക്യാൻ കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ, മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ രാവിലെ പോയി എടുത്ത് ഫാറ്റ്സ് എടുക്കുക, ഫാറ്റ് ഒരു സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് പതുക്കെ നടന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും വന്ന് വീടെത്തിയിട്ട് ആ ഫാറ്റിനെ എവിടോ കൊടുത്തിട്ട് അത് പ്രോട്ടീൻ ആവും. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നതാണ്, ഡെയിലി റുട്ടീനാ. എന്നും മൈറ്റോകോൺട്രിയ രാവിലെ എണ്ണീറ്റ് ഫാറ്റ് എടുക്കാൻ പോയില്ലെങ്കിൽ എന്റെ കണ്ണിന്റെ ഒരു സെല്ല് കേടാവും. എന്നിട്ട് കേടായി കൊണ്ടുവന്ന് ഫാറ്റ് പ്രോട്ടീൻ ആക്കിയിട്ട് റിപ്പയർ ഒക്കെ നടത്തി എന്നിട്ട് രാത്രി ഉറങ്ങും, എന്നിട്ട് രാവിലെ എണ്ണീക്കും. ഇതുപോലെ കോടിക്കണക്കിന് സെൽസ്, കോടിക്കണക്കിന് മൈറ്റോകോൺട്രിയ, കോടിക്കണക്കിന് നമ്മൾ അറിയാത്തതും അറിയാവുന്നതും പേരുള്ള കോടിക്കണക്കിന് മൈറ്റോകോൺട്രിയ കൊണ്ട് വാങ്ങിക്കുന്നത് വേറൊരു ബാക്ടീരിയ. അത് ബാക്ടീരിയ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം ചെയ്താലേ അവർക്ക് ഫുഡ് കിട്ടും, അവർക്ക് ഫ്യൂല് കിട്ടും, എന്നാലേ അവർക്ക് അടുത്ത ദിവസം രാവിലെ എണ്ണീറ്റ് അടുത്ത ഫാറ്റ് എടുക്കാൻ പോകാൻ പറ്റൂ. അപ്പോ ഈ കോടിക്കണക്കിന് മൈറ്റോകോൺട്രിയ ജീവിക്കുന്ന എന്റെ കണ്ണിനകത്തെ ഒരു മൈറ്റോകോൺട്രിയ എടുത്തിട്ട് ഞാൻ പറയാണ്, എടാ നീ പപ്പു എന്ന് പറയുന്ന ഒരാളുടെ കണ്ണിനകത്തെ മൈറ്റോകോൺട്രിയ മാത്രമാണ്. ഇയാൾക്ക് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, ഇതൊരു വേറൊരു ശരീരമാ. ഇയാള് സ്കൂളിൽ പോകും, ഇത് ഇത്രയും വലിയൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പാവം മൈറ്റോകോൺട്രിയ ഇത് വീഡിയോ എടുത്ത് കാണിച്ചാൽ പോലും വിശ്വസിക്കുവോ? നോ, അവനത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനല്ലേ ഇവിടുത്തെ എല്ലാം ചെയ്യുന്നത്, ഞാൻ ഒരാളുടെ ബോഡിയിലാണെന്നോ? നോ. അപ്പോ നമ്മളും അതുപോലെ ആയിക്കൂടാ എന്നില്ലാന്നേ ഞാൻ പറയുന്നുള്ളൂ. മൂണിന്റെ വേറൊരു റെഫറൻസ് ചെയ്യാൻ പറയട്ടെ. ഇപ്പൊ നമ്മുടെ എല്ലാ മിത്തോളജിയിലും പറയുന്ന ഒരു സാധനം, ആസ്ടെക്സ് ആയാലും ഹിന്ദു മിത്തോളജി ആയാലും എനിക്ക് തോന്നുന്നു മെസോപ്പൊട്ടേമിയൻ മിത്തോളജിയും എല്ലാം പറയുന്ന ഒരു ടൈം പീരീഡില് മൂൺ വാസ് ഡിസ്ട്രോയിഡ്, ദെൻ ഇറ്റ് വാസ് റെസ്ട്രക്റ്റഡ്. അത് ഏറ്റവും പ്രബലന്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ആഫ്രിക്കൻ മിത്തിൽ അത് എഴുതിയും വെച്ചിട്ടുണ്ട്. ഒരു there was a time where no advancement in the human അല്ല ഈ സോ കോൾഡ് പ്ലാനറ്റിൽ ഒരു അഡ്വാൻസ്മെന്റ് നടക്കാതെ സ്റ്റേബിൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ആഫ്രിക്കൻ മിത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് മൂൺ ഇല്ലായിരുന്നു. ഫോർ മില്യൺസ് ഓഫ് ഇയർ നോ അഡ്വാൻസ്മെന്റ്, നോ എവല്യൂഷൻ, നോ നത്തിങ്, നോ എനർജി ഫ്ലോ, അതൊന്നും ഇല്ല. മേ ബി ആ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തിട്ടായിരിക്കാം പുട്ട് ബാക്ക് ടു മൂൺ. മൂൺ വന്നതിന് ശേഷമായിരിക്കാം ആഫ്രിക്കൻ മിത്തോളജിയിൽ പറഞ്ഞേക്കുന്ന ഓക്കെ വി സ്റ്റാർട്ടഡ് ഇവല്യൂഷിങ്, കോൺഷ്യസ്നസ് ഇവോൾവ് ചെയ്തു, മൈൻഡ് കൺട്രോൾ വന്നു. അത് മാത്രമല്ല ടൈഡ്സ് മാറി എന്ന് എഴുതിയിട്ടുണ്ട് കാലിക പുരാണയില്. അതുപോലെ തന്നെ പല സീസൺസ് വന്നു, വെതർ വന്നു, ക്ലൈമറ്റ് മാറി, ഇതെല്ലാം വന്നു. അപ്പം എന്തിനോ വേണ്ടി ദൈവങ്ങൾ ഇത് ചെയ്യിപ്പിച്ചു, അത് സമുദ്രബദ്ധനാണ്, ഇത് വന്ന് ഇടിച്ചു എന്നൊക്കെ ഉള്ളത് 100% ഷുവറാണ്. അതാണ് മോഡേൺ സയൻസും തിയറിയും പറയുന്നത്. അസിമുലേഷൻ തിയറിന്നോ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇമ്പാക്ട് തിയറി എന്ന് പറയും മൂണിന്റെ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, മൂൺ ഇമ്പാക്ട് തിയറി. അതൊക്കെ ഇപ്പൊ വന്നതാ, പക്ഷെ ഇതൊക്കെ നമ്മൾ 14,000 years ago റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മിത്തില്. അതെ, മിത്തില്. ഇനിയും വേറൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാല്, ഈ വന്ന മോഡേൺ സയൻസിനകത്ത് ഈ വന്ന് പ്രോട്ടോ എടുത്ത് ഇടിക്കുന്നു അതെന്നൊക്കെ പറയുന്നില്ലേ, ഇതിന്റെ തിയറി ഞാൻ പഠിച്ചു നോക്കിയപ്പോഴത്തേക്കും തിയ എന്ന് പറയുന്നൊരു സാധനം, ഗയ എന്ന് പറഞ്ഞാലാണ് പ്രോട്ടോ എർത്ത്. ഭൂമി പണ്ടിരുന്ന പ്രോട്ടോ എർത്ത് പഴുത്തു ചുറ്റി സൂര്യന്റെ കണക്ക് പൊള്ളിക്കൊണ്ടിരുന്ന ഒരു ഉണ്ട മാത്രമാണെന്നാണ് പറയുന്നത്. ഗയ എന്ന് പറയുന്ന വലിയൊരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു പാറ കഷ്ണം, അതിനകത്ത് THEIA, തിയായ്ക്കകത്ത് GAIA, ഗയായും തമ്മില് ക്ലാഷ് നടന്നു എന്നും ആ ക്ലാഷ് നടന്നിട്ടാണ് എർത്ത് മൂണും ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇനിയും അതാണ് മോഡേൺ സയൻസ്. ഈ തിയയും ഗയയൊക്കെ നാസയും ISRO ഇട്ട പേരാ. ഇനിയും ഇതിന്റെ പേരല്ലാതെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ മെസപ്പൊട്ടേമിയൻ മിത്തോളജി പഠിക്കുമ്പോൾ അതിനകത്ത് ഞാൻ മിക്ക എപ്പിസോഡിലും പറയും ടിയാമട്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് റോക്ക് ഇൻ സോളാർ സിസ്റ്റം. തിയാമട്ട് എന്ന് പറയുന്ന ഹ്യൂജ് റോക്ക് ഉണ്ടായിരുന്നു സോളാർ സിസ്റ്റത്തില്. അതിനകത്ത് തിയാമട്ട് ഈസ് ദി ഗോഡ് ഓഫ് സോൾട്ട് വാട്ടർ, ഗോഡ് ഓഫ് സോൾട്ട് വാട്ടർ എന്നാണ് പറയുന്നത്. ഇനി സോൾട്ട് വാട്ടറും അത് കഴിഞ്ഞിട്ട് അപ്സു എന്ന് പറയുന്ന വേറൊരു ജയന്റ് ഉണ്ട്, ടൈറ്റൻ.
അപ്സു എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ഫ്രഷ് വാട്ടർ എന്നാ പറയുന്നത്. ഓക്കെ, ഫിലോസോഫിക്കലി എന്തെങ്കിലും രണ്ട് സാധനങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു. അവിടെ തിയ ഉണ്ട്, ഗയ ഉണ്ട്. ഇവിടെ തിയാമട്ടും ഉണ്ട്, അപ്സു ഉണ്ട്. ഇവര് തിയാമട്ടും അപ്സുവും തമ്മിൽ ചൊറിയാവും. എന്നിട്ട് തിയമട്ട് അപ്സുവിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി 10-30 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഈ സൺസ് എല്ലാം തമ്മിൽ സ്റ്റേബിൾ ആവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും സ്കാറ്ററിങ്ങും കൊളിഷൻസും സംഭവിച്ച് ഇതെല്ലാം കൂടെ വന്ന് ഇടിച്ച് വന്ന് തിയമട്ട് എന്ന് പറയുന്ന സാധനം പൊട്ടിത്തെറിച്ച് നശിക്കുമെന്നാണ് പറയുന്നത്. മെസൊപ്പൊട്ടേമിയൻ കഥകളിൽ എന്ന് പറഞ്ഞാൽ തിയമട്ട് ഇരിക്കുന്നു, അപ്സു വരുന്നു, തിയമട്ട് അപ്സുവിനെ അടിക്കാൻ വേണ്ടി കുറച്ച് മൂണൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് അങ്ങോട്ട് 30 മൂണെന്തോ ആയി, ഓർബിറ്റ് ശരിയാവുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാഷായി ഇതെല്ലാം വന്ന് അപ്സുവിനെ തന്നെ തിയെ തന്നെ ഇടിക്കുന്നു. തിയെ തന്നെ ഇടിച്ചു കഴിയുമ്പോഴാണ് മർഡൂക്ക് എന്ന് പറയുന്ന ദ സ്റ്റോം ഗോഡ് വരുന്നത്. മർഡൂക്ക് എന്ന് പറയുന്ന സ്റ്റോം ഗോഡ് മെസൊപ്പൊട്ടേമിയയിൽ വരുന്നത് സ്റ്റോം ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹ്യൂറിക്കെയിൻ അല്ലെങ്കിൽ സർക്കുലാർ ഡിസ്ട്രക്ഷൻ ആണ്. ഈ സാധനം മർഡൂക്ക് വന്ന് ഈ അപ്സുവിനെയും തിയെയും തമ്മിൽ ഇടിപ്പിച്ചു ഒരു സ്റ്റോമിനകത്താക്കി. വേം ഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാവിറ്റി തന്നെ പറഞ്ഞ് ഇവര് ലോക്കായി വന്ന് എടുത്തിടിച്ചതായിരിക്കാം. മർഡൂക്ക് വന്ന് ഇവരെ രണ്ടുപേരെ ഇടിപ്പിച്ചു. എന്നിട്ട് തിയയെ രണ്ടായിട്ട് ഇടിച്ച് സ്പ്ലിറ്റ് ആക്കി എന്നാ പറയുന്നത്. മർഡൂക്ക് വന്ന് വാളും കൊണ്ട് കറങ്ങുന്ന മർഡൂക്ക് വന്ന് ഇവരെ രണ്ടുപേരെ ഒരു വലയത്തിനകത്തിട്ട് കറക്കിയിട്ട് ഒറ്റ വെട്ടില് രണ്ടാക്കി എന്നാ പറയുന്നത്. സ്പ്ലിറ്റ് തിയമട്ട് ഇൻ ഹാഫ്. എന്നിട്ട് ഈ 2 ഹാഫിൽ തിയമട്ട് എന്തൊക്കെ ഉണ്ടാകുന്ന അറിയാമോ? 1 half മെയ്ഡ് എർത്ത്, 1 half മെയ്ഡ് ഹെവൻസ്. എന്ന് വെച്ചാൽ മൂൺ. ഹെവൻസ് എന്ന് പറയുന്നത് മൂണാണ്. നമ്മളുടെ പണ്ടത്തെ കാലങ്ങളിൽ ഹെവൻ എന്ന് പറയുന്നത് മൂൺ തന്നെയാണ്. ചന്ദ്രന്റെ ഓർബിറ്റിനെയാണ് നമ്മൾ ഹെവൻ എന്ന് പറയുന്നത്. അങ്ങനെ എർത്ത് ആൻഡ് ഹെവൻ ഫോംഡ് ഫ്രം ദ ബോഡി ഓഫ് സ്ലെയിൻ തിയമറ്റ് എന്നാണ് അതിൽ എഴുതി വെച്ചത്. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ തിയമറ്റ് അല്ലെങ്കിൽ നശിക്കപ്പെട്ട തിയമറ്റിന്റെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് ഭൂമിയും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് ചന്ദ്രനും, ഹെവൻ എന്ന് പറയുന്ന ചന്ദ്രനും ഉണ്ടായത്. എന്നിട്ട് ഈ തിയമട്ട് എവിടെയാ റെസ്റ്റ് ചെയ്തെന്നറിയാവോ? ദ ഗോഡസ് ഓഫ് കോസ്മിക് ഓഷനിൽ. അവിടെയും ഓഷൻ, മിൽക്കി വേ ഓഷനാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ പണ്ട് ഭൂമി ഉണ്ടായിരുന്നു, ഭൂമി പോലെ എന്തോ ഉണ്ടായിരുന്നു എന്നും ചന്ദ്രനെ പോലെ വേറെന്തോ ഉണ്ടായിരുന്നു എന്നും ഇത് രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്തെന്ന് 10,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഇത് വന്ന് നോക്കി കൊള്ളാലോ ചന്ദ്രൻ വരുന്നു വന്ന് ഇടിക്കുന്നു എന്ന് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ മരിച്ചു പോകും. കാരണം ചെറിയൊരു ആസ്ട്രോയിഡ് വന്ന് വീണാണ് ലോകത്തിലെ എല്ലാ ഡൈനോസറും പോയെന്ന് കള്ളം പറയുന്നത് എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇമാജിൻ എ മൂൺ കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് എർത്ത് എന്ന് പറഞ്ഞാൽ പഴുത്ത് രണ്ടും ലാവ മാത്രമായിരിക്കും കോടിക്കണക്കിന് വർഷങ്ങൾക്ക്. അപ്പോൾ ക്ലിയർലി ഇത് ഭൂമിയിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് അല്ല എഴുതിയേക്കുന്നത്. വേറൊരു സംഭവം ഉണ്ട്. നമ്മള് മൂണിന്റെ മെഷർമെന്റ്സ് നോക്കിയല്ലോ. സോ ഇറ്റ്സ് ആക്ച്വലി 1/18th ഓഫ് സണ്ണോ അങ്ങനെ 18th അങ്ങനെ എന്തോ ഉണ്ട്. 1/18th ഓഫ് സൺ ആൻഡ് ഡിസ്റ്റൻസ് കറക്റ്റ് 1/18th പെർപെൻഡിക്കുലർ. സോ ഇറ്റ് ക്യാൻ ബി എ കാൽക്കുലേറ്റഡ് കൊളീഷൻ. 100%. കാരണം അസുറാസും ദൈവാസും കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ചെയ്ത് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വലിക്കുമ്പോൾ 2 സ്റ്റെപ്പ് അങ്ങോട്ട് വലിക്കും എന്നൊക്കെ ഉണ്ട്. 3ാമത്തെ സ്റ്റെപ്പ് വലുത് ഇവിടെ കൂട്ടണം. കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഇവര് ഈ കടഞ്ഞെടുത്തത്. അപ്പോൾ അത്ര പ്രിസൈസ് ആയിട്ട് നമ്മളെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് സൂര്യനെ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ സംതിങ് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ അത് ചെയ്തേക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അപ്പോ മിസ്റ്ററീസ് ഓഫ് ദി യൂണിവേഴ്സ് ക്യാൻ ബി അൺറാവൽഡ് വിത്ത് ദ എക്സ്പെഡിഷൻ ഓഫ് മൂൺ എന്ന് കുറേ കേട്ടു. ഓഫ് കോഴ്സ്. കാരണം മൂൺ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തല മാറും. നമ്മൾ വേറൊരാളായി പോകും. കാരണം മൂണ് എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ സാധനം പോലും അല്ല എന്നാണ് പലരും പറയുന്നത്. അത് മാത്രമല്ല, അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂണിൽ നമ്മൾ പോയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ലോകത്തിലെ ദ ഗ്രേറ്റസ്റ്റ് ലൈ എവർ ടോൾഡ് ഓൺ ഹ്യൂമൻ എർത്ത്. മൂൺ ലാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോളോ 11 എന്ന് പറയുന്ന പ്രോജക്റ്റില് നമ്മൾ മൂണിൽ പോയി കാർ ഓടിച്ചെന്നൊക്കെയാണ് പറയുന്നത്.
അത് ഫേക്ക് ആണെന്നുള്ളതിൻ്റെ പ്രൂഫും കാര്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്കുണ്ട്. അപ്പം മൂണിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ പോകുന്നതിന് അടുത്ത എന്ന് പറഞ്ഞാൽ മൂണിനെ പറ്റി ഇനി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നമുക്ക് മൂണിനെ പറ്റി കള്ളങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു. മൂൺ ലാൻഡിങ് എന്തുകൊണ്ട് ഫേക്കാണ്, എന്തുകൊണ്ട് നമുക്ക് മൂണിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പം അത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വരും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂണിനകത്തൊരു റാബിറ്റിനെ പോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. റാബിറ്റ് ഷേപ്പ് ഉണ്ടല്ലോ മൂണിനകത്ത്. അതിനകത്തെ ഷേപ്പിനെ പറ്റി ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൻ്റെ, ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം, മൂണിൻ്റെ ഷേപ്പ് പറയണമെങ്കിൽ മൂണിൻ്റെ അതിനകത്തെ ഒരു എന്താ പറയുക, ഒരു ഷാഡോ പോലെ കാണത്തില്ലേ, ഒരു മുയൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചന്ദ്രൻ്റെ അകത്ത് ഇരിക്കുന്ന മുയൽ, അത് ഭൂമിയുടെ ഫ്ലാറ്റ് എർത്ത് മാപ്പ് അല്ലെങ്കിൽ നമ്മുടെ UN-നകത്തെ മാപ്പില്ലേ, UN-നകത്തെ മാപ്പുമായിട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്ഷൻ പോലെ. അതെ, റിഫ്ലക്ഷൻ പോലെ. എന്ന് പറഞ്ഞാല് ഭൂമി എങ്ങനെ ഇരിക്കുന്നോ, യഥാർത്ഥത്തിൽ കോണ്ടിനെന്റ്സ് എങ്ങനെ ഇരിക്കുന്നോ അതിൻ്റെ നേരെയുള്ള റിഫ്ലക്ഷനാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഞാൻ ഇത് കേട്ടപ്പം ഞാൻ എന്ത് മണ്ടത്തരമാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാനത് ശരിയാണോ നോക്കി. അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് കിട്ടിയ ഒരു രോമാഞ്ചം എനിക്ക് പിന്നെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ഞാനൊരു വീഡിയോ കണ്ടത്, മൂണിൻ്റെ ആ സാധനം ഇങ്ങനെ വെക്കും, അത് കഴിഞ്ഞിട്ട് UN-ന്റെ നമ്മളുടെ ഫ്ലാറ്റ് എർത്ത് അല്ലെങ്കിൽ മാപ്പ് ഉണ്ടല്ലോ, മാപ്പ് എടുത്ത് കോയിൻസൈഡ് ചെയ്ത് ആ പടത്തിന്റെ ഇവിടെ വെച്ചിട്ട് ഇത് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് ഇത് ബ്രൈറ്റ്നസ് കുറയ്ക്കും. എക്സാക്ട്ലി ദ സെയിം. ആ വീഡിയോ ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കാതെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ മൂണിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ. സമയം എന്താ ഇടാ? 1 hour ആവുന്നു. 1 hour ആവുന്നു. 5 more minutes. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദാറ്റ്സ് റിഗാർഡിങ് മൂൺ ഇറ്റ്സെൽഫ്. മൂണിനകത്ത് ഒരുപാട് മൂൺ ലാൻഡിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. മൂൺ ലാൻഡിങ് സ്റ്റാൻലി കുബ്രിക്കിന്റെ ഏറ്റവും വലിയ ഡയറക്ടോറിയൽ മാർവൽ. സ്റ്റാൻലി കുബ്രിക് എന്ന് പറയുന്ന ഒരാള് ഡയറക്ട് ചെയ്ത ഏറ്റവും വലിയ സിനിമയാണ് അപ്പോളോ 11ന്റെ മൂൺ ലാൻഡിങ്. ആ സിനിമയാണ് നമ്മളെല്ലാം കണ്ടിട്ട് അത് ഒറിജിനലാന്ന് വിശ്വസിക്കുന്നത്. അത് ഞാൻ പ്രൂവ് ചെയ്യും. ഏറ്റവും വലിയ പ്രൂഫ് എന്താ അറിയോ? റഷ്യ റിമൈൻഡ് സൈലന്റ്. അത് മാത്രമല്ല, കാരണം എനിക്ക് തോന്നിയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ ടൈ അപ്പ് ബിറ്റ്വീൻ റഷ്യ. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ടൈ അപ്പ് ബിറ്റ്വീൻ ലോകത്തിലെ എല്ലാവരും ചേർന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇത് സത്യമാണെന്ന് പറയണമെന്ന്. അതിന്റെ കാരണങ്ങളും ഒക്കെ നമുക്ക് തീരുമാനിക്കണം. പിന്നെ അതുപോലെ തന്നെ മൂണിനെ പഠിച്ചാലും നമ്മളുടെ ഭൂമിയെ പഠിച്ചാലും ബൈബിളിനെ പഠിച്ചാലും ഖുറാനെ പഠിച്ചാലും, അതുപോലെ തന്നെ ഖുറാനകത്തൊരു കാര്യമുണ്ട്. ഖുറാനകത്ത് മുഹമ്മദ് പ്രോഫറ്റ് വന്ന് മെക്കയിൽ നിൽക്കുമ്പോഴത്തേക്കും കുറെ പേര് വന്ന് പറയുന്നു എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, കഥയായിട്ടാണ് പോകുന്നത്, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ പ്രോഫറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പം അള്ളാഹു വന്ന് മൂണിനെ വെട്ടി 2 തുണ്ടമാക്കുമെന്ന് പറയുന്നുണ്ട്. അതുണ്ട്. അത് നിങ്ങൾക്ക് ഖുറാനിലോ ഇത് കാണുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിച്ച ബൈബിളിലോ അല്ല ഖുറാനിലുണ്ട്. അതെ, എല്ലാം ഒരേ കഥയാണ്. മൂണിനെ വന്ന് വെട്ടി 2 ആക്കുന്നു, പിന്നെ ദൈവം തന്നെ വന്ന് അതിനെ ശരിയാക്കുന്നു, എന്നിട്ട് അതെടുത്ത് മുകളിൽ വെക്കുന്നു. ഇപ്പോഴും ഇസ്ലാം അല്ലെങ്കിൽ ഖുറാന്റെ ഇതിനകത്തെ ഏറ്റവും വലിയ ചിഹ്നം എന്ന് പറയുന്നത് ദ ക്രസന്റ് മൂണാണ്. ചന്ദ്രനാണ് ഏറ്റവും വലിയത്. അതുപോലെ തന്നെ ഈ ചന്ദ്രനിൽ നിന്ന് വന്നതാണ് നമ്മളുടെ മെക്കയിലിരിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ, അല്ലെങ്കിൽ മെക്കയിലിരിക്കുന്ന സ്റ്റോൺ നമ്മളുടെ വേറെ ഒരു ആസ്ട്രോയിഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ആസ്ട്രോയിഡ് ഇരിക്കുന്ന സ്ഥലമാണ് ഇവർ പൂജിക്കുന്നത്. ലോകത്തുനിന്ന് വെളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ സ്ഥലത്തുനിന്നോ ഹെവനീന്ന് അങ്ങാണ്ട് വന്നതെന്നാ പറയുന്നത് ഈ കല്ല്. അപ്പോഴത്തേക്കും ഇത് ചന്ദ്രനിൽ നിന്ന് വന്നതാണെന്നും അന്ന് ചന്ദ്രൻ തൃശൂലം വെച്ച് പൊട്ടിയപ്പോൾ വന്ന് ഭൂമിയിൽ വീണ ഒരു പീസാണെന്നും ഹിന്ദുക്കളുടെ ഒരു മിത്തോളജി. അതുപോലെ ഓവർലാപ്പിംഗ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ മെക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് 2-3 കോയിൻസിഡൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഹിന്ദു മിത്തോളജിയിൽ ശിവന് വേറൊരു പേരുണ്ട്. എല്ലാ 108 എത്രയോ വലിയ കോടി ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ പേരുള്ള ശിവന്റെ ഒരു പേരാണ് മെക്കേശ്വരൻ. മെക്കേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ പോയി കുത്തിയിട്ട് പൊട്ടിച്ച് പീസ് കൊണ്ട് വരുന്ന ശിവന്റെ പേരാണ് മെക്കേശ്വരൻ. ആ മെക്കേശ്വരൻ തന്നെയാണ് അവിടെ പ്രാർത്ഥിക്കുന്ന മെക്കയിലെ ആള് എന്ന് പറയുന്ന ഒരു കഥ ഉത്ഭവിക്കുന്നുണ്ട്.
ആ കഥയിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോയാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറ്റേ ആന്റി ക്ലോക്ക് വൈസ് കറക്കും, വലം വെക്കും. മെക്കയിലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ സാധനത്തിന് ചുറ്റും ആന്റി ക്ലോക്ക് വൈസ് വലം വെക്കുവാണ് ചെയ്യുന്നത്. ലോകത്ത് വേറെ ഒരു പള്ളിയിലോ ലോകത്ത് വേറെ ഒരു മോസ്കിലോ ഒരു ഒബ്ജക്റ്റിനെ വലം വെക്കുന്ന ട്രഡീഷൻ ഇല്ല. മെക്കയിൽ മാത്രം ചെന്ന് കഴിഞ്ഞാൽ മൂൺ എർത്തിന് റിവോൾവ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ. മൂൺ എർത്തിന് റിവോൾവ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ആണെന്നാണ് തോന്നുന്നത്. ഐ കനോട്ട് കൺഫേം, എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആവാം, ഐ ഡോണ്ട് നോ. യാ, അപ്പത്തേക്കും ഗുഡ് തോട്ട്. എന്നിട്ട് ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആളുകൾ എന്താ പറയുന്നത്, ഷൈവൈറ്റ്സ് ആയിരുന്നു മെക്ക ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തെ പ്രീഡോമിനന്റ് ഹോമിനറ്റ്സ് എന്നാണ് പറയുന്നത്. പണ്ട് മെക്ക ഇരുന്ന സ്ഥലത്ത് ഷൈവൈറ്റ്സ് ആണെന്നും അതൊരു ശൈവ ടെമ്പിൾ ആയിരുന്നു എന്നാണ് പുതിയ തിയറി വരുന്നത്. അത് പ്രോമിനന്റ് തിയറി ആയി വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ മെക്ക ഇരിക്കുന്ന സ്ഥലത്തും അപ്പുറത്തെ രാജ്യങ്ങളിലും മരുഭൂമിയിലും എല്ലാം ശിവലിംഗങ്ങൾ കണ്ടുവരികയാണ്. എന്തിനിപ്പോ സൗദി അറേബ്യ ഓക്കെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ചന്ദ്രൻ ഭൂമിയെയും ചുറ്റുന്നത്, അതുപോലെ ചന്ദ്രന്റെ ഒരു പീസിന്റെ ചുറ്റുമായിരിക്കാണ് നമ്മളും ചുറ്റുന്നത്. അപ്പം ഈ മെക്ക ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇവിടെ എല്ലാം ശിവലിംഗങ്ങൾ വരുന്നതും സൗദി അറേബ്യയും ഖത്തറും ഒമാനും ഒക്കെ നമുക്ക് ശിവലിംഗങ്ങൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പണ്ടത്തെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് MBSഉം മോദിയും തമ്മിൽ ഒരു ഫോൺ കോൾ വരെ ഉണ്ടായിട്ടുണ്ട്. ദേ ടുക്ക് ഇറ്റ് വെരി കാഷ്വൽ. ആ ആളുകൾക്കൊക്കെ അറിയാം പണ്ട് ഇവിടെ താമസിച്ചിരുന്നത് ഷൈവൈറ്റ്സ് ആണ്, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ സ്ഥലമാണ്. വി അഗ്രി, പൊളിറ്റിക്സ്. പക്ഷെ ഇതൊന്നും അറിയാത്ത നമ്മളാണ് അങ്ങനെ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം പഠിച്ചു പോകുമ്പോൾ, അതെ, ഇതെല്ലാം പഠിച്ചു പോകുമ്പോൾ ഇതൊന്നിലെത്തും. ശിവനും അള്ളയും സാത്താനും ബൈബിളും ക്രിസ്തുവും യേശുവും എല്ലാം ഒരു കഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആള് ഇപ്പൊ ഒരു കഥ 2020 സിനിമയില് മോഹൻലാലിന്റെ ഫാൻസ് അപ്പുറത്തോട്ടും മമ്മൂട്ടിയുടെ ഫാൻസ് ഇപ്പുറത്തോട്ടും ദിലീപിന്റെ ഫാൻസ് വെള്ളത്തിനപ്പുറത്തോട്ടും ജീവിച്ച ഒരു തെറ്റേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങൾക്കും both of them don't understand what shit is going on. അതെ, ഇവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞൂടാ. എനിക്കും അറിയത്തില്ല, നമുക്കൊന്നും അറിഞ്ഞൂടെ. ഇത് പണ്ട് നടന്ന ഒരു 2020 സിനിമയിലെ കുറെ യുദ്ധങ്ങളുടെ ഓരോ ഫാൻ ബേസ് ഓരോ കോണ്ടിനെന്റിലോട്ട് പോയെന്നേ ഉള്ളൂ. കാരണം സാത്താൻ എന്താണ്, തക്ഷകം കൊണ്ടുകൊടുത്ത പാമ്പ് ആരാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും കാണാം തോട്ടത്തിൽ പോയി പാമ്പായ ശിവൻ അറിവിന്റെ പഴം കൊടുത്ത ആളുകളെ രക്ഷിച്ചെന്ന് പറയുന്ന കഥയുണ്ട്. അതേപോലെ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ദി വേൾഡ്സ് ബെസ്റ്റ് ഫിസിസിസ്റ്റ്, അവരെല്ലാം പറഞ്ഞ് വിശ്വസിച്ച ഒറ്റ കാര്യമുള്ളൂ, ഏൻഷ്യന്റ് കോസ്മോളജി. ഐൻസ്റ്റീൻ ആണെങ്കിൽ E=mc², അതെല്ലാം കണ്ടുപിടിച്ച് ഏൻഷ്യന്റ് കോസ്മോളജി. കാൾ സേഗൻ ഭഗവത്ഗീത വായിച്ചിട്ടാണ് ഇതെല്ലാം എഴുതുന്നത്. ഓപ്പൻഹൈമർ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിച്ച ഓപ്പൻഹൈമർ പറഞ്ഞാണ്, ഞാൻ ഇത് വായിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു 5 വർഷം സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നേരത്തെ ശിവതാണ്ഡവം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശിവതാണ്ഡവം എന്ന് പറയുന്നത്, ശിവൻ എന്ന് പറയുന്നത് അതിനെ അവിടെ ന്യൂക്ലിയസ് ആയിട്ടാണ് കണ്ടേക്കുന്നതെന്നും വിഷ്ണുവും ബ്രഹ്മാവും ഇലക്ട്രോണും പ്രോട്ടോണും ആണെന്നും ആണ് പറഞ്ഞേക്കുന്നത്. ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂട്രോൺ ശിവനാണെന്നും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിഷ്ണുവിനെ അടിച്ചോ നിങ്ങൾ ബ്രഹ്മാവിനെ അടിച്ചോ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം, ശിവനെ തൊടരുത്. ശിവനെ തൊട്ട് രുദ്രനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രുദ്ര താണ്ഡവം വരും. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ നമ്മൾ ആറ്റത്തിനകത്ത് എന്തെങ്കിലും ചെയ്താൽ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആവും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയ എന്തോ പറ്റും, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കും. അതേപോലെ അതുകൊണ്ടാണ് ശിവനെ തൊടരുത്, ശിവൻ എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ശിവന്റെ താണ്ഡവം എന്ന് പറയുന്നത്. വൈബ്രേഷൻ, ഡാൻസ് കഴിഞ്ഞാൽ വരുന്നതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് വേൾഡ്. അത് ഇതാണ് അറ്റോമിക് കോസ്മോളജി. ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ്. അതേപോലെ തന്നെ ഈ വ്ളാദിമിർ സീലൻഡ് എന്ന് പറഞ്ഞൊരു റഷ്യൻ ഫിസിസിസ്റ്റും പുള്ളിക്കാരനും ഇത് തന്നെ പറഞ്ഞ ഹിന്ദു മിത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള പുള്ളിക്കാരൻ അവസാനം വട്ടായി റിസൈൻ ഒക്കെ ചെയ്ത് എവിടോട്ടെ പോയി, ആർക്കും പറ്റി പിടുത്തു. ഇപ്പൊ ഹിന്ദു മിത്തോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കാണുന്നവര് ഇത് ഹിന്ദു ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അതെ, ഇതെല്ലാം ക്രിസ്ത്യാനിറ്റി, എല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ഖുറാനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ബുക്ക് 3 ബുക്ക് ഇരിക്കുകയാണ്. ഒരു ബുക്ക് ഒരു രീതിയിലാണ് എഴുതിയത്, മറ്റേ ബുക്ക് വേറൊരു ടീം, ഞാൻ പറഞ്ഞ പോലെ വേറൊരു ടീം വേറൊരു രീതിയിലാണ് എഴുതിയത്. ഇത് 3ഉം കൂടെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുകയും മതവും ജാതിയും ദൈവവും എല്ലാം ഫേക്കാണ്. ആരും വെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ നടന്നിട്ടുമില്ല, ആരും ചെന്ന് ചന്ദ്രനെ വാള് വെച്ച് വെട്ടി പൊട്ടിച്ചിട്ടുമില്ല, ആരും ചന്ദ്രനെ കൊണ്ട് തൃശൂലം വെച്ച് കുത്തിയിട്ടുമില്ല, ആരും പാമ്പിട്ട് കടഞ്ഞെടുത്തു. അതെ, ഇത് ആരും മറ്റേ കടലിനകത്ത് ഇട്ട് കടഞ്ഞെടുത്തതുമല്ല. ഇതെല്ലാം കോസ്മോളജിയാണ്. ബൈബിളും ഖുറാനും ഗീതയും നിങ്ങൾ വായിക്കണം.
എല്ലാവരും വായിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ പറയുന്ന ദൈവങ്ങളെ പറ്റി ഒന്നും അല്ല പറയുന്നത്. ദൈവങ്ങളൊന്നും അത് ഇല്ല, വെറും ഫേക്കാണ്. ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തേ മറ്റേ 6 പാക്ക് ഉള്ള മച്ചാനെ ഞാൻ കാണുന്നില്ല, വിഷ്ണുവിനെ കാണുന്നില്ല. ഇതെല്ലാം വിഷ്ണുവിനെ പറയുന്നതെന്ന് വെച്ചാൽ അനന്തസാഗരത്തില് ഒരു റെപ്റ്റിലിയൻ സാധനത്തിനകത്തൊരു പാമ്പ്, ഏതെങ്കിലും ചിലപ്പം വിഷ്ണു എന്ന് പറയുന്ന ആ സാധനത്തിനെ ചിലപ്പം ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷന്റെ ഏതെങ്കിലും പ്ലാനറ്റിനെ ആയിരിക്കും പറയുന്നത്. ഡ്രാക്കോ സിസ്റ്റം ആയിരിക്കാം, ഡ്രാക്കോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനെ ആയിരിക്കും പറയാം. അപ്പം ഇതെല്ലാം നിങ്ങൾ അടുത്ത വട്ടം ബൈബിളോ ഖുറാനോ ഒക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത് തന്നെയാണോ പറയുന്നത്? രാവിലെ പോയി ഒരാൾ വാളും കൊണ്ട് ഒന്ന് ചന്ദ്രനെ വെട്ടി രണ്ടാക്കുവോ? അതോ അതിൻ്റെ മുകളിലും അതിൻ്റെ താഴെയൊക്കെ ഒന്ന് വായിക്കുക, ഇത് എന്തിനെ പറ്റിയാണ് പറയുക? എന്നിട്ട് വന്നിട്ട് നമ്മളുടെ ശ്രീസ് പോഡ്കാസ്റ്റിൽ കമന്റ് ചെയ്യുക, നമ്മളുടെ ഡിസ്കഷൻസ് ഓൺ ആക്കുക. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ പറയില്ലേ, മൂൺ ഇസ് ഹോളോ ആൻഡ് ഇറ്റ്സ് ഗ്രാവിറ്റേഷണലി അത് നമുക്ക് ഭയങ്കര അനോമലി ആണെന്ന് ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം എനിക്ക് ഒരുപാട് ഫോർ ഇൻസ്റ്റൻസ് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഹോളോ തിങ് ദാറ്റ് ഹാസ് വയലന്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത്, മൂൺ മൈറ്റ് ഹാവ് എ ബ്ലാക്ക് ഹോൾ ഇൻസൈഡ്, ഇറ്റ് മേ ബി കവറിങ് എന്തോ. ഞാൻ ChatGPT-ന്റെ അടുത്ത് ഒരു കോൺവെർസേഷൻ നടത്തിയപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ എന്നാണ് പറഞ്ഞത്. ഞാനൊരു എനിക്ക് യൂട്യൂബിൽ ഒരാൾ കമന്റ് ചെയ്ത കമന്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ പല രാജ്യത്തിന്റെ ഇപ്പൊ നാസയുടെ ആണെങ്കിലും ചൈനയുടെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും പല സാറ്റലൈറ്റ്സ് നമ്മൾ വെളിയിലോട്ട് വിടുന്നു എന്ന് പറയുന്നു. ഇപ്പൊ തന്നെ നമുക്ക് യൂറോപ്പയിലോ എവിടോ നെപ്റ്റ്യൂണിലോ എവിടൊക്കെയോ നമുക്ക് സാറ്റലൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാർസിൽ സാറ്റലൈറ്റ് ഉണ്ട്, മാർസിൽ റോവർ ഉണ്ട്. ഇവിടൊക്കെ ലൈഫ് ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ടെക്നോളജി ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ യൂറോപ്പ എന്ന് പറയുന്ന ഒരു ജൂപ്പിറ്ററിന്റെ മൂണാണെന്ന് വെക്കുക, അവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ടെന്ന് വെക്കുക, നമ്മുടെ ഭൂമിയുടെ നാസ വിട്ട സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങുക, അവിടെ ലൈഫ് ഉണ്ടെന്ന് വെക്കുക. അവിടെ ഉള്ളവർക്ക് ആ വന്ന സാറ്റലൈറ്റിനെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അവര് നോക്കുമ്പോൾ വിയേർഡായിട്ടൊരു സാധനം ഓർബിറ്റ് ചെയ്യുന്നു, രാത്രി ലൈറ്റ് കത്തുന്നു. വാട്ട് ഇഫ് മൂണെന്ന് പറയുന്ന സാധനം അത് തന്നെയാണെങ്കിലോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ വിട്ട ഭൂമിയെ ചിലപ്പോ ആൻഡ്രോമീഡിയ ഗാലക്സിന്നോ കോടിക്കണക്കിന് ഗാലക്സി അവിടുന്ന് വന്ന അവര് വിട്ട സാറ്റലൈറ്റ് ആണ് ഇത്. നമ്മളെ നോക്കാനോ നമ്മളെ പഠിക്കാനോ അവിടെ വന്ന് നിൽക്കുന്നതാണ്. നമ്മൾ വെറും മങ്കീസ് ആണ്. നമുക്ക് ഇത് എന്താണെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ നമ്മളുടെ ഗവൺമെന്റ്സ് അത് കോംപ്രിഹെൻഡ് ചെയ്താലും നമ്മളോട് പറയുന്നില്ല. കാരണം ഇപ്പൊ ചന്ദ്രനില് ഒരു അല്ലെങ്കിൽ മാർസില് അല്ലെങ്കിൽ യൂറോപ്പയില് ലൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ല ഭൂമി ഉണ്ടെന്നും ഭൂമിയിൽ ഇങ്ങനെ ആളുകളുണ്ടെന്നും. അവരുടെ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പല പ്ലാനറ്റ്സിലോട്ടും സാറ്റലൈറ്റ് വിടുന്നു. നമ്മൾ 200 വർഷമായിട്ടുള്ളൂ ടെക്നോളജി വന്നിട്ട്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നവര് വേറെ പ്ലാനറ്റിലോട്ട് സാറ്റലൈറ്റ് വിടില്ല എന്ന് പറയുന്നത് തന്നെ അറഗൻസ് ആണ്. 200 വർഷം അക്കോർഡിംഗ് ടു അവർ ഗ്രാവിറ്റേഷൻ. അതെ അതെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചന്ദ്രന് വിട്ടതാണെങ്കിലോ. കാരണം ചന്ദ്രൻ എന്തുകൊണ്ട് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ചന്ദ്രൻ എന്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയുന്ന വീഡിയോ ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ മൂൺ നമ്പർ 1 പോയി കാണുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ചന്ദ്രൻ ഈസ് നോട്ട് മെയ്ഡ് ബൈ ഹ്യൂമൻസ്. ഹ്യൂമൻസ് അല്ല, നാച്ചുറലി ചന്ദ്രനെ എന്തൊക്കെയോ ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണെന്നും. ഇനിയും അടുത്ത എപ്പിസോഡിലോട്ട് നമ്മൾക്ക് പോകുമ്പോൾ 2 രീതിയിലാണ് പോകുന്നത്. ഒന്ന്, ചന്ദ്രനിൽ നമ്മൾ ലാൻഡ് ചെയ്തു, ചന്ദ്രനെ പറ്റി നമുക്ക് എല്ലാം അറിയാവുന്നു എന്ന് പറയുന്നത് ഫേക്ക് ആണെന്നുള്ള തെളിവുകൾ. മൂൺ ലാൻഡിങ് ഈസ് ഫേക്ക് എന്നുള്ള തെളിവുകളാണ് എപ്പിസോഡിൽ വരുന്നത്. രണ്ടാമത്തത്, മെസപ്പൊട്ടേമിയൻ കഥകളിൽ സുമേരിയൻ ഗോഡ്സ് ചന്ദ്രൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കഥ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് അവരുടെ ചാരിയറ്റിനകത്ത് കെട്ടിയിട്ടുകൊണ്ട് വലിച്ച് ഭൂമിയിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മളെ ഭൂമിയിൽ വന്ന് പണിയെടുപ്പിച്ചിട്ട് ഇവര് മോളിൽ പോയി ഇവരുടെ ഗ്രാവിറ്റിയാണ് അതിനകത്തെന്നാണ് പറയുന്നത്. ഇവരുടെ ടെറാഫോം ചെയ്ത അവരുടെ ഒരു സ്പേസ് ഷിപ്പ്, അവർക്ക് നിൽക്കാനും നടുവേദന ഇല്ലാതെ ഗ്രാവിറ്റിയും അവർക്ക് ഓക്സിജനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഷിപ്പാണെന്നും. അങ്ങനെ ആ തിയറിയെ എടുത്ത് ആളുകൾ പഠിച്ചതിന് ശേഷം ഒരു തിയറി വന്നായിരുന്നു, നമ്മളിനിയും അടുത്ത 500 വർഷങ്ങളിലോ 1000 വർഷങ്ങളിലോ വേറൊരു ഗാലക്സിയിലോട്ടോ വേറൊരു പ്ലാനറ്റിലോട്ടോ ലൈഫ് സസ്റ്റെയിനിങ് സാറ്റലൈറ്റ്സ് വിടുവാണെങ്കിൽ 99.99% ഇറ്റ് വിൽ ബി ആൻ എൻക്ലോസ്ഡ് സ്ട്രക്ചർ വിത്ത് ടൈറ്റാനിയം ഷെൽ ഹാവിങ് ലിവബിൾ കണ്ടീഷൻസ് ഇൻസൈഡ് ഇൻ എ ഹോളോ പൊസിഷൻ. എന്ന് പറഞ്ഞാൽ
ഏറ്റവും കൂടുതൽ സ്ഥലം, ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി, ഏറ്റവും കൂടുതൽ കറക്കം, തലകറക്കം എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഷേപ്പ്, ഹോളോ ആയിട്ടുള്ള ഒരു ടൈറ്റാനിയം ബോളിനകത്ത് നമ്മൾ ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ സാറ്റലൈറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷം ഓർബിറ്റിൽ ഇതിന് തന്നെ ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നീ ഇപ്പം മനസ്സിലോട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് മൈൻഡിലോട്ട് ഒന്നും എന്താ അറിയാമോ, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താ റീസെന്റ് ഹ്യൂമൻ കൈൻഡില്? സ്പേസ്. പിന്നെ ദുബായ് ഡെസേർട്ടിൽ ഒരു റിഡ്ജ് പണിയെന്ന് ഓർമ്മയുണ്ടോ? ഒരു എത്ര കിലോമീറ്റർ ഉള്ള ഒരു റിഡ്ജ്. അത് പക്ഷെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പണി നിർത്തി വെച്ചു. മേ ബി ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു സർക്കിളിന്റെ അകത്ത് ലിവബിൾ കണ്ടീഷൻ ഒരു ട്രയൽ എക്സ്പെരിമെന്റിലായിരിക്കും. കാരണം നമ്മൾ ഡോം അല്ലെങ്കിൽ സർക്കുലർ തിങ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ റിപ്പൽ ചെയ്യുന്നത്, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. അതുകൊണ്ടാണ് ബാത്തിലെ കുമിളകൾ വരെ റൗണ്ട് ആയി പോകുന്നത്. സോ ഗൈസ്, ശ്രീ നമ്മള് ഒരു അഡ്വൈസ് തന്നതല്ല, നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്യുക, നിങ്ങൾ പോയി വായിക്കുക, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അതുപോലെ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ തരണം. നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ ചെയ്യുന്നുണ്ട ഒരു കാര്യമായിരുന്നു, മറ്റേ ഹോംവർക്ക് അല്ല, നിങ്ങൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കൊളംബ റിവർ, KOLAMBA, കൊളംബ റിവർ അല്ലെങ്കിൽ കൊളംബ സ്ട്രക്ചർ വുഡ് എന്നടിക്കുക. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നമ്മൾ റീസെൻ്റ്ലി ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. വേ ഓഫ് ദ ടൈം ബ്രോ, യു ഡോണ്ട് ഹാവ് ടൈം. കൊളംബ റിഡ്ജിനകത്ത് 400,000 years ago അതോ 4,000,000 years ago എന്തോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിയും സിഗ്നിഫിക്കൻ്റ്ലി ബിഗർ, സീറോസ് ബിഗർ ആയിട്ടുള്ള ടൈം പീരീഡിൽ നിന്ന് നമ്മൾ ഒരു ബിൽഡിങ്ങും വുഡൻ സ്ട്രക്ചറും കണ്ടുപിടിച്ചു. 400,000 years ago. നമ്മൾ മോഡേൺ ഹ്യൂമൻസ് വന്നിട്ട് ഞാനിത് കട്ട് എന്ന് പറഞ്ഞാൽ ഇത് പോയിക്കൊണ്ടിരിക്കും. സോ ഐ ഹാവ് ടു ഇന്റർവ്യൂ. സോ ഗൈസ്, ശ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. കൊളംബോ റിഡ്ജ് ഇൻ സൗത്ത് ആഫ്രിക്ക. കൊളംബോ സെർച്ച് ചെയ്യുക, അത് സീനാണ്. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരിക, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, ബൈ ഗൈസ്.